പറഞ്ഞു തരൂ. എന്താണ് ചോദിക്കാൻ കാരണം എന്നാണെങ്കിൽ, മഹാബലിയുടെ അടുക്ക ചെന്ന് യാചിച്ചു ഭഗവാൻ എന്ന് പറഞ്ഞപ്പോഴാണ് പരീക്ഷിച്ച് ചോദിക്കുന്നത്. യാചിച്ചു എന്ന് പറഞ്ഞപ്പോൾ ചോദിക്കുന്നു, എന്തിനാ ഭഗവാൻ യാചിച്ചത് എന്ന് ചോദിക്കാം. ലക്ഷ്മീപതിയാ ഭഗവാൻ. ലക്ഷ്മീപതിയായിട്ടുള്ള ഭഗവാൻ എന്തിന് യാചിക്കണോ എന്ന് ചോദ്യം. ആരെങ്കിലും യാചിക്കോ ഇഷ്ടമായിട്ട്? അവനവൻ അത്രയും ഗതി കെട്ട് വരുമ്പോൾ, ഒന്നും ഇല്ലാണ്ട് വരുമ്പോൾ വല്ലവരെടുക്കുകയും ചെന്ന് ദേഹി ദേഹി തരുമെന്ന് പറയുന്നു. ലക്ഷ്മീപതിയായിട്ടുള്ള ഭഗവാൻ എന്തിനാ യാചിച്ചതെന്നൊരു ചോദ്യം. പിന്നെ എല്ലാം കൊടുത്തു ഭഗവാൻ. ഭഗവാൻ എല്ലാം സമർപ്പിച്ചു മഹാബലിന്. എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്തിനാ വരുണപാശം കൊണ്ടൊക്കെ ബന്ധിച്ച്? ചോദിച്ചത് കൊടുത്തില്ലെങ്കിൽ വേണമെങ്കിൽ ബന്ധിച്ചിടാം. ഇതെല്ലാം കൊടുത്തു എന്നും പറഞ്ഞു. പിന്നെ വരുണപാശം കൊണ്ട് ബന്ധിച്ചൊക്കെ വിഷമിപ്പിച്ചു. അതുകൊണ്ട് ഈ കഥയിൽ പല സംശയങ്ങളുണ്ട്. അതെല്ലാം തീർത്തു തരണം. വിസ്തരിച്ച് തന്നെ പറയുന്നത്. വിസ്തരിച്ച് പറയണമെങ്കിൽ എങ്ങനെ വേണം? 10,000 ശ്ലോകം വേണം. വാമനം ദശ കീർത്തിതം 10,000 ശ്ലോകമാണ് വാമന പുരാണം. ഇതൊക്കെ ഭാഗവതത്തിൻ്റെ അവസാനത്തെ അധ്യായത്തിൽ കാണാം. ഓരോ പുരാണത്തിലും എത്ര ശ്ലോകമുണ്ടെന്ന് വ്യക്തമായിട്ട് അറിയണമെങ്കിൽ ഈ ഭാഗവതത്തിലെ 335-ാമത്തെ അധ്യായം, 12-ാം സ്കന്ധത്തിലെ 13-ാമത്തെ അധ്യായത്തിൽ ഓരോ പുരാണത്തിലെയും ശ്ലോകസംഖ്യ പറയുന്നുണ്ട്. അവിടെയാണ് വാമനം ദശ കീർത്തിതം. 10,000 ശ്ലോകമുള്ള പുരാണമാണ് വാമന പുരാണം. അത്രയും പറയാൻ പറ്റില്ലല്ലോ ഇതിൽ. ഇപ്പോൾ ചുരുക്കി പറയാൻ തീരുമാനിച്ചു. വാമന പുരാണത്തെ സംഗ്രഹിച്ച് പറയാൻ തീരുമാനിച്ചു. അതാണ് 10,000 ശ്ലോകം കൊണ്ട് പറഞ്ഞ കാര്യം. ഇവിടെ 9 അധ്യായങ്ങളിൽ 336 ശ്ലോകം. 336 ശ്ലോകം കൊണ്ടാണ് സംഗ്രഹിക്കുന്നത് 10,000 ശ്ലോകത്തിൽ. അതാണ് 15 മുതൽ 23 കഴിയുന്ന വരെയുള്ള 9 അധ്യായം. അങ്ങനെ വർണ്ണിക്കാനായിട്ട് ആരംഭിച്ചു. വലിയ ദേവാസുരന്മാർ തമ്മിൽ, ഇതാണ് സന്ദർഭം. അവിടെ ദേവാസുരന്മാർ തമ്മിൽ വലിയ യുദ്ധമുണ്ടായി. അസുരന്മാർക്ക് ആകെ പരാജയം. മഹാബലിയൊക്കെ ഇതുപോലെ അസുരപ്രമാണിമാർ മുഴുവനായി യുദ്ധത്തിൽ മരിച്ചുപോയി. അപ്പോഴാണ് യുദ്ധമെല്ലാം കഴിഞ്ഞു. യുദ്ധഭൂമിയിൽ ചെന്ന് നോക്കുകയാണ് ശുക്രമഹർഷി. തൻ്റെ ശിഷ്യന്മാർ അസുരന്മാർ മുഴുവൻ അതിദാരുണമായിട്ടുള്ള രീതിയിൽ മരിച്ചു കിടക്കുന്നു. കുറേ ആളുകളൊക്കെ ജീവിപ്പിച്ചു. അങ്ങനെ പത്മാരെ മുഴുവൻ ജീവിപ്പിച്ചു. മഹാബലി മുതലായിട്ടുള്ള ആളുകളൊക്കെ ജീവിപ്പിച്ചു. മൃതസഞ്ജീവനി മുതലായിട്ടുള്ള വിദ്യ കൊണ്ട്. അത് കഴിഞ്ഞപ്പോഴാണ് മഹാബലിക്കൊക്കെ ഓർമ്മ വന്നു, നമ്മളൊക്കെ ഇന്ദ്രാദികൾ നിഗ്രഹിച്ചല്ലേ, നമ്മൾ മരിച്ചു വീണതല്ലേ, നമ്മുടെ ഗുരുനാഥനാണ് നമ്മളെ ജീവിപ്പിച്ച്. അപ്പോൾ മരിച്ചവരെ ജീവിപ്പിക്കാൻ പോലും കഴിവുള്ള ഗുരു ഉണ്ടായിട്ട് എങ്ങനെയാണ് നമുക്ക് പരാജയം വന്നേ? നമ്മൾ നമ്മുടെ ബലത്തിൽ അഹങ്കരിച്ചു. ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് വിജയം കിട്ടിയെന്നുള്ള കാര്യം നമ്മൾ മറന്നു. അഹങ്കാരമാണ് നമ്മുടെ നാശത്തിന് കാരണം. എന്നാൽ ഇത്രയൊക്കെ തെറ്റ് ചെയ്തിട്ട് പോലും, ഇത്രയൊക്കെ അഹങ്കാരിയായിട്ടും അഹങ്കരിച്ചിട്ടും ഗുരുനാഥൻ നമ്മളെ ജീവിപ്പിച്ചില്ലേ? ആ ഗുരുവിനെ നമുക്ക് ശരണം പ്രാപിക്കും. എന്നാൽ പിന്നെ ഒരിക്കലും പരാജയം വരില്ല. ഇവർ വേഗം ശുക്രമഹർഷിയെ ശരണം പ്രാപിച്ചു. ശുക്രമഹർഷിയെ ശരണം പ്രാപിച്ച് ഞങ്ങൾ അറിവില്ലാതെ ഇത് തെറ്റ് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് പാദത്ത് നമസ്കരിച്ചു, ക്ഷമയാചിച്ചു. ശിഷ്യന്മാരെ ശ്രദ്ധ കണ്ടപ്പോൾ വലിയ സന്തോഷമായി ഗുരുവിന്. ഇവർക്ക് സർവ്വ ഐശ്വര്യങ്ങളും കൊടുക്കണം, സ്വർഗം തന്നെ കൊടുക്കണം ഇവർക്ക് എന്ന് വിചാരിച്ച് മഹാബലിയെ കൊണ്ട് അനേകം യാഗങ്ങൾ ചെയ്യിപ്പിച്ചു. അതിൻ്റെ ഫലമായിട്ട് നല്ല തേര്, കുതിരകൾ, എല്ലാം യുദ്ധസാമഗ്രികൾ മുഴുവൻ അഗ്നികുണ്ഡത്തിൽ നിൽക്കുന്നു. അങ്ങനെ ഹുതാശനാദാസ ഹവിർഭിരിഷ്ടാത് എല്ലാം തന്നെ അതിൽ നിന്ന് കിട്ടിയെന്നാണ്. കിട്ടിക്കഴിഞ്ഞാൽ തതോ രഥ കാഞ്ചന പട്ടനദ്ധ ഹയാശ്ച ഹര്യശ്വ തുരംഗവർണാഃ ധ്വജശ്ച സിംഹേന വിരാജമാനഃ ഹുതാശനാദാസ ഹവിർഭിരിഷ്ടാത്. നല്ല വിശേഷമായിട്ടുള്ള കുതിരകളെ പൂട്ടിയിട്ടുള്ള തേര്, ആയുധങ്ങൾ, എത്ര അമ്പെടുത്താലും ഒടുങ്ങാത്ത അവനാഴി, ഇങ്ങനെ തലതും കൊടുത്തു. ഇങ്ങനെ കഴിഞ്ഞപ്പോഴാണ് അവിടുന്ന് പുറപ്പെടുകയാണ്. ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോൾ തോന്നി, നമ്മളെയൊക്കെ തോൽപ്പിച്ച് സ്വർഗത്തിൽ സുഖമായിട്ടിരിക്കുകയല്ലേ ദേവന്മാർ, എല്ലാം പിടിച്ചെടുക്കണം എന്ന് വിചാരിച്ചു. ചെന്നു. മഹാബലിയുടെ വരവ് കണ്ടപ്പോൾ തന്നെ പേടിയായി ദേവന്മാർക്ക് മുഴുവൻ. ആ വലിയ വിജയഭേരി അടിച്ചുകൊണ്ട് ശംഖനാദത്തോടു കൂടി വരുന്നു.
എല്ലാവരും ഓടി ബൃഹസ്പതിയൊക്കെ ചെന്നു. ഗുരുവല്ലേ. ബൃഹസ്പതി പറഞ്ഞു, ഞാൻ വിചാരിച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എങ്ങനെ ഈ മഹാബലിയൊക്കെ നമ്മൾ നിഗ്രഹിച്ചാണല്ലോ, ഇവർ വീണ്ടും ജീവിച്ച് വന്നിരിക്കണമല്ലോ, ഇത്ര ശക്തി എങ്ങനെയാണ്? അപ്പോൾ പറഞ്ഞു, ശുക്രമഹർഷി ജീവിപ്പിച്ചതാണ്. അദ്ദേഹം തപശക്തി മുഴുവൻ ശിഷ്യന്മാർക്ക് കൊടുത്തിരിക്കുക. അദ്ദേഹത്തിൻ്റെ ആ ശക്തിയുള്ള കാലത്തോളം കാലം നമുക്കവരെ ജയിക്കാൻ പറ്റില്ല. തൽക്കാലം നിങ്ങളൊരു കാര്യം ചെയ്തോളൂ, യാതാ കാലം പ്രതീക്ഷന്ത, എല്ലാം സ്വർഗമൊക്കെ വിട്ടു പൊക്കോളൂ, കാലം കാത്തിരുന്നോളൂ. ഇനി നമുക്ക് ഭഗവാന്റെ അനുഗ്രഹം കിട്ടുമ്പോൾ വീണ്ടും ഇവിടെ ഇരിക്കാം. തൽക്കാലം ഞാൻ വിചാരിച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ എല്ലാവരും പോയി എന്നാണ്. എല്ലാവരും സ്വർഗം വിട്ട് പോണു. ദേവന്മാരൊക്കെ അവർ ദേവന്മാരുടെ രീതിയിൽ കണ്ട അസുരന്മാരെ ഉപദ്രവിക്കും. അപ്പോൾ അതുകൊണ്ട് കാട്ടിലൊക്കെ അവർ വേഷം മാറി പക്ഷി മൃഗാദികളുടെ രൂപത്തിലും ഇങ്ങനെ അലഞ്ഞു തിരിയുക. അപ്പോഴാണ് വല്ലാത്ത വിഷമായി. ഏവം പുത്രേഷു നഷ്ടേഷു ദേവമാതാദിതിസ്തദാ, 16-ാം അധ്യായം തുടങ്ങുന്നത് തന്നെ. ഹൃതേ ത്രിവിഷ്ടപേ ദൈത്യൈ പര്യതപ്യത് അനാഥവത്. വല്ലാതെ ദുഃഖിച്ചിരിക്കണു അതിഥി ദേവി. പുത്രന്മാർക്കെല്ലാം നഷ്ടപ്പെട്ടു. കശ്യപൻ ആശ്രമത്തിൽ ചെന്നു. എന്താ നീ ദുഃഖിച്ചിരിക്കണേന്ന് ചോദിച്ചു. ഞാൻ തപസ്സിൽ മുഴുകിയിരിക്കുമ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ വിഷമം വന്നോ? എന്താ നീ ഇത്രയും വല്ലാതെ ദുഃഖിക്കാൻ കാരണം? അപിവാ കുശലം കിഞ്ചിത് ഗൃഹേഷു ഗൃഹമേധിനി ധർമ്മസ്യാർത്ഥസ്യ കാമസ്യ യത്ര യോഗോ ഹ്യയോഗിനം അപിവാ അതിഥയോഭ്യേത്യ. നിന്നെ ഇങ്ങനെ ദുഃഖിച്ച് കാണാറില്ലോ, എന്താ വിഷമം പറ്റിയേ? ഞാനിവിടെ ഇല്ലാ സമയത്ത് ഞാൻ ധ്യാനത്തിലിരിക്കുമ്പോൾ ഗൃഹത്തിൽ വന്ന അതിഥികളെ നീ പൂജിക്കാതെ പറഞ്ഞയച്ചോ? ഇങ്ങനെയാണോ വിഷമം വന്നേ? അഭിവാദിതയോഭ്യേത്യ കുടുംബാസക്തയാത്വയ. നീ ഗൃഹകാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ അതിഥികൾ വന്ന് അറിയാതെയോ അങ്ങനെയൊക്കെ ഇരുന്ന് അവരെ ആദരിക്കാതിരുന്നോ? അങ്ങനെ വല്ല തെറ്റും പറ്റിയിട്ടാണോ നിനക്ക് വിഷമം? അതാണ് ഗൃഹാദ് അപൂജിത യാതാഹ പ്രത്യുത്ഥാനേന വാ ക്വചിത്. അതിഥി വരുമ്പോൾ എഴുന്നേറ്റ് നിന്ന് ആദരിക്കാതിരുന്നോ? അങ്ങനെ എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടാണോ നീ വിഷമിക്കണേ? ഗൃഹേഷു യേഷു അതിഥയഃ നാർച്ചിതാ സലിലൈരപി. ഗൃഹത്തിൽ അതിഥി വരുമ്പോൾ ജലമെങ്കിലും കൊടുത്ത് സന്തോഷിപ്പിച്ചില്ലെങ്കിൽ അവരൊക്കെ അങ്ങനെ വിഷമമായിട്ട് തിരിച്ചു പോവുകയാണെങ്കിൽ യതി നിര്യാന്തിത്തെ നൂനം ഭേരുരാജഗൃഹോപമാഹ. അതിഥികൾ വന്നിട്ട് വേണ്ട പോലെ ആദരിക്കാതെ അവരെങ്ങാനും വെള്ളം പോലും കൊടുക്കാതെ അവർ പോകുകയാണെങ്കിൽ അങ്ങനെയുള്ള ഗൃഹമാണോ ഭേരുരാജഗൃഹോപമാഹ. ഭേരുക്കൾ എന്ന് പറഞ്ഞാൽ കുറുക്കന്മാരെന്ന അർത്ഥം. ഭേരുക്കളുടെ ഗൃഹം, കുറുക്കന്മാർ താമസിക്കുന്ന ഒരു മാളം പോലെയുള്ളൂ. അതിഥികൾ വന്നാൽ ആദരിക്കാത്ത ഗൃഹം എന്ന് പറഞ്ഞാൽ ഭേരുരാജഗൃഹോപമാഹ. അതുപോലെ നിനക്ക് എന്തെങ്കിലും വിഷമം വന്നോ? അഗ്നിയിൽ വേണ്ട സമയത്ത് ഹോമം ചെയ്യാതിരുന്നോ? അതിഥിയെ സൽക്കരിക്കാതിരുന്നോ? എന്താ നിന്റെ ദുഃഖത്തിന് കാരണം ചോദിച്ചു. അപ്യഗ്നയസ്തു വേലായാം നഹുതാ ഹവിഷാ സതീ ത്വയോദ്വിഗ്നധിയാ ഭദ്രേ പ്രോഷിതേ മയി കരിഹിചിത്. ഞാനങ്ങനെ ഇല്ലാ സമയത്ത് എന്തെങ്കിലും അങ്ങനെ തെറ്റ് പറ്റിയോ നിനക്ക്? വേണ്ട പോലെ ധർമ്മങ്ങൾ അനുഷ്ഠിക്കാതെ വന്നോ? എന്താ ദുഃഖത്തിന് കാരണം? അപി സർവേ കുശലിനഃ തവ പുത്രാ മനസ്വിനി. അതോ നിന്റെ പുത്രന്മാർക്ക് വല്ല വിഷമം വന്നോ? ലക്ഷയേ അസ്വസ്ഥമാത്മാനം ഭവത്യാ ലക്ഷണൈരഹം. നിന്റെ ആ മുഖം കാണുമ്പോൾ എന്തോ വല്ലാത്ത ദുഃഖം അനുഭവിക്കണമല്ലോ. പുത്രന്മാർക്ക് വിഷമം വന്ന പോലെ, അതിഥിയെ സൽക്കരിക്കാതിരുന്ന പോലെ, അഗ്നിയെ വേണ്ട പോലെ ഹോമാദികൾ ചെയ്യാതിരുന്ന പോലെ, ഇങ്ങനെയൊക്കെ അധർമ്മം പറ്റിയ പോലെ ഉണ്ടല്ലോ. എന്താ പറ്റിയത്? പറഞ്ഞു. അതിഥി പറഞ്ഞു, ഭദ്രൻ ദ്വിജഗവാം ബ്രഹ്മൻ. അങ്ങനെയുള്ള വിഷമങ്ങൾ വന്നില്ല. പക്ഷേ പുത്രന്മാർക്ക് വിഷമം വന്നു. എൻ്റെ പുത്രന്മാർക്കെല്ലാം നഷ്ടപ്പെട്ടു. രാജ്യമൊക്കെ നഷ്ടപ്പെട്ട്, സ്വർഗം നഷ്ടപ്പെട്ട് അവർ എവിടെയെന്ന് പോലും അറിയാതെ അവർ അലഞ്ഞു തിരിയാണ് ഇപ്പോൾ. അങ്ങയ്ക്ക് ഇതുകൊണ്ട് ദുഃഖം തോന്നില്ല. കാരണം എന്താ? അവരും ഇപ്പോൾ ആര് സ്വർഗത്തിലിരിക്കണോ അവരും അങ്ങയുടെ പുത്രന്മാരാ. അവർക്കിപ്പോൾ അങ്ങയ്ക്കിപ്പോൾ ദേവന്മാരോ അസുരന്മാരൊക്കെ ഒരുപോലെയല്ല, അങ്ങയുടെ പുത്രന്മാരാണ്. പക്ഷേ എനിക്ക് എൻ്റെ പുത്രന്മാരെന്ന് പറയുമ്പോൾ ഒരു സ്നേഹം കൂടുതൽ. അവർ നഷ്ടപ്പെട്ട് എല്ലാം നഷ്ടപ്പെട്ടിരിക്കും. ഒരാഗ്രഹം നഷ്ടപ്പെട്ട ഐശ്വര്യം തിരിച്ചു കിട്ടി അവർ സുഖമായിട്ടിരിക്കണ കാണണം. ഇത്രമാത്രമേ ആഗ്രഹമുള്ളൂ എന്ന്. ശരി എന്ന് പറഞ്ഞു. എന്നാൽ ഒരു കാര്യം,
തസ്മാദീശ. അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞപ്പോൾ പറഞ്ഞു, ഉപതിഷ്ഠസ്വ പുരുഷം ഭഗവന്തം ജനാർദ്ദനം. 20-ാം ശ്ലോകത്തിൽ പറയാം, ഉപതിഷ്ഠസ്വ പുരുഷം ഭഗവന്തം ജനാർദ്ദനം സർവഭൂതഗുഹാവാസം വാസുദേവം ഗുഹാശയം. ഭഗവാനെ ഭജിച്ചാൽ മതി എന്ന് പറയും, എല്ലാ വിഷമങ്ങളും തീരും. ഇതാണ് അവർക്ക് പറയാനുള്ളത്. സജ്ജനങ്ങൾക്ക് എപ്പോഴും പറയാനുള്ളത് ഭഗവാനെ ഭജിച്ചോളൂ, വിഷമങ്ങൾ തീരുന്നു. അപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ പറഞ്ഞു, ഞാൻ ഭഗവാനെ എന്നും ഭജിച്ചുകൊണ്ടാണല്ലോ ഇരിക്കുന്നത്, ഇനി ഞാൻ എന്ത് ചെയ്യണം? ആ ഭജനത്തിനൊരു ശക്തി കൂട്ടാൻ എന്ത് ചെയ്യണം ചോദിച്ചു. ഒരു വ്രതം അനുഷ്ഠിക്കണം. വ്രതങ്ങൾ എടുക്കുന്നത് അതിനാണല്ലോ. വ്രതം എടുക്കുമ്പോൾ നമുക്ക് ശ്രദ്ധാഭക്തി കൂടും. ഇന്ന് ഏകാദശി, അപ്പോൾ വ്രതം എടുക്കാമെന്ന് പറയുമ്പോഴേക്കും നമുക്കൊരു ശക്തി കൂടും. ശിവരാത്രി എന്നൊക്കെ പറഞ്ഞ് ഒരു വ്രതം എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ആ ഒരു ശ്രദ്ധ കൂടുതലുണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് വ്രതങ്ങൾ. അപ്പോൾ അതിഥി അതാ പറഞ്ഞത്, ആ ശ്രദ്ധ കൂടാനായിട്ട് എനിക്ക് ഞാൻ എന്താ ചെയ്യണ്ടേ, ഏത് വ്രതം എടുക്കണ്ടേ? ഇപ്പം നിത്യം ഭജിക്കുന്നുണ്ടെങ്കിലും ആ ശക്തി കൂടാൻ. അവ പറഞ്ഞു, ഞാനൊരു വ്രതം പറഞ്ഞുതരാം. ദിതിക്കൊരു വ്രതം പറഞ്ഞു കൊടുത്തു, കുംസവന വ്രത. അത് 1 കൊല്ലം നീണ്ടു നിൽക്കുന്നതാണ്. അനുഷ്ഠിക്കാൻ പറ്റാത്ത വ്രത പറഞ്ഞു കൊടുത്തു. അതെന്താ? അത് വേണ്ടാത്ത വരാ ചോദിച്ച്, ഇന്ദ്രനെ കൊല്ലാൻ വരം വേണമെന്നാണ്, പുത്രൻ വേണമെന്നാണ് ചോദിച്ചത്. അപ്പോൾ അതിന് പറ്റിയ വ്രതം പറഞ്ഞു കൊടുത്തു. ഇവിടെ അതൊന്നുമില്ല. തൻ്റെ പുത്രന്മാർ സുഖമായിട്ടിരിക്കുന്ന കാണണമെന്ന് ഏതൊരമ്മയ്ക്കും ഉണ്ടാകുന്നത്. അതാ ചോദിച്ചത്. ശരി, ഞാൻ പറഞ്ഞുതരാം. പണ്ട് എനിക്ക് ബ്രഹ്മദേവൻ ഉപദേശിച്ച് തന്ന ഒരു വ്രതമുണ്ട്. അതാണ് പയോവ്രതം എന്നതിന് പേര്. വെറും 12 ദിവസമേ വേണ്ടൂ അതനുഷ്ഠിക്കാം. മീനമാസത്തിൽ വെളുത്ത പ്രതിപദം, കറുത്ത വാവ് കഴിഞ്ഞാൽ പിന്നെയാണല്ലോ വെളുത്ത പക്ഷം ആരംഭിക്കുക. കറുത്ത വാവ് കഴിഞ്ഞ് വെളുത്ത പ്രതിപദം മുതൽ ദ്വാദശി കഴിയുന്ന വരെ ദ്വാദശാഹം പയോവ്രത 12 ദിവസമേ വേണ്ടു. അതിൽ പാല് കൊണ്ട് അഭിഷേകം ചെയ്ത് പാൽപ്പായസം വെച്ച് നിവേദിച്ച് ആ പായസം പ്രസാദം ഭക്തന്മാർക്ക് കൊടുത്ത് 12 ദിവസം മറ്റൊരു വിചാരവും പാടില്ല. നിരന്തരം അഷ്ടോത്തര ശതാദികളൊക്കെ ജപിച്ച്, നാരായണീയത്തിൻ്റെ മാഹാത്മ്യത്തിലൊരു അഷ്ടോത്തര ശതമുണ്ട്. ആ അഷ്ടോത്തര ശതമാണെന്നാണ് അതിൻ്റെ വ്യാഖ്യാനത്തിലവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. അത് പറയാൻ കാരണം, ബ്രഹ്മാവ് പറയണു ഞാനിത് കശ്യപന് പണ്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്ന് അതിൽ പറയുന്നുണ്ട്. ഇവിടെയും പറയുന്നുണ്ട്, കശ്യപൻ പറയണു എനിക്ക് ബ്രഹ്മാവ് പറഞ്ഞു തന്നതാണ്. അപ്പോൾ രണ്ടും കൂടി ചേർക്കുമ്പോൾ അതിൽ കാണുന്ന ഗോലോകനാഥോ ഗോവിന്ദോ ഗോപികാജനവല്ലഭ എന്ന് തുടങ്ങുന്ന ഒരു അഷ്ടോത്തര ശതം. ഇവിടെ അഷ്ടോത്തര ശതം ജപിക്കാൻ പറയാം. ആ വ്രത പറഞ്ഞു കൊടുക്കലാണ്. 24-ാം ശ്ലോകം മുതൽ അത് വർണ്ണിക്കുക. ആ കഥകളൊക്കെ പറഞ്ഞു. ഫാൽഗുനശ്യാമലേ പക്ഷേ, ഫാൽഗുന മാസത്തിൽ അമലപക്ഷം, വെളുത്ത പക്ഷം എന്നർത്ഥം. വെളുത്ത പക്ഷത്തിൽ വേണ്ടത് 12 ദിവസം എന്ന് പറഞ്ഞാൽ അതിൻ്റെ വിധികളെല്ലാം പറഞ്ഞു കൊടുക്കും. ഇത് വേണ്ട പോലെ അനുഷ്ഠിച്ചാൽ എൻ്റെ ആഗ്രഹം ഭഗവാൻ സാധിപ്പിച്ചു തരുന്നു. പുത്രന്മാരുടെ നന്മയ്ക്കാവുക കാരണം അത് വളരെ ശ്രദ്ധയോടുകൂടി അത് അനുഷ്ഠിക്കുകയും ചെയ്തു. 12 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ദർശനം കൊടുത്തു ഭഗവാനാണ്. 12 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ദർശനം കൊടുക്കണം. തസ്യാഹ പ്രാദുരഭൂത്താതാ ഭഗവാനാദിപൂരുഷ പീതവാസാശ്ചതുർബാഹു. 17-ാം അധ്യായത്തിലാണ് വ്രതം അനുഷ്ഠിച്ച് ഭഗവാൻ ദർശനം കൊടുക്കണം. 12 ദിവസം കഴിഞ്ഞപ്പോൾ തസ്യാ പ്രാദുരഭൂത്താത ഭഗവാനാദിപൂരുഷ പീതവാസാശ്ചതുർബാഹു ശംഖചക്രഗദാധരഃ തന്നേത്രഗോചരം വീക്ഷ്യ സഹസോത്ഥായ സാദരം നനാമ ഭുവി കായേന ദണ്ഡവൽപ്രീതി വിഹ്വലാം. ഭഗവാനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വലിയ സന്തോഷമായി. കണ്ണിൽ കണ്ണുനീരോടുകൂടി ഭഗവാനെ സ്തുതിച്ചു. യജ്ഞേശ യജ്ഞപുരുഷ അച്യുത തീർത്ഥപാദ എന്നൊക്കെ പറഞ്ഞാണ് അത്ഭുതമായ സ്തുതി. സ്തുതിച്ചു കഴിഞ്ഞപ്പോൾ ഭഗവാൻ പറഞ്ഞു, ദേവമാതാഹ, അല്ലയോ അമ്മേ, ദേവമാതാവായിട്ടുള്ള അമ്മേ, അമ്മയുടെ ആഗ്രഹം മനസ്സിലാക്കി. എന്താ അമ്മയുടെ ആഗ്രഹം? പുത്രന്മാർക്ക് നഷ്ടപ്പെട്ട ഐശ്വര്യം തിരിച്ചു കിട്ടി പുത്രന്മാർ സുഖമായിട്ടിരിക്കുന്നത് കാണണം. ഇതല്ലേ അമ്മയുടെ ആഗ്രഹം.
ഇതാർക്കും ഉണ്ടാവുന്നതാണ്, അതുകൊണ്ട് സാധിപ്പിച്ചു തരാം. പക്ഷേ പെട്ടെന്ന് പറ്റില്ല എന്ന്. ഇപ്പം ആരാണോ സ്വർഗത്തിലിരിക്കുന്നത് അവരും എന്നെ തന്നെ ശുക്രമഹർഷിയെ ഗുരുവായിട്ട് കണ്ട് എന്നെ തന്നെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അപ്പോൾ അവർക്ക് അതിൻ്റെ ഫലം കിട്ടാതെ വരുമോ? എനിക്ക് അസുരന്മാരെന്നോ ദേവന്മാരെന്നോ ഇല്ല, ആര് ഫലിച്ചാലും അവർക്ക് ഫലം കൊടുക്കും. അതുകൊണ്ട് അവരിപ്പോൾ എന്നെ ആരാധിച്ചതിൻ്റെ ഫലം അനുഭവിക്കാം. പക്ഷേ എനിക്ക് ഇത്രയും ഇഷ്ടമായിട്ടുള്ള ഈ പയോവ്രതം ഇത്രയും ഭക്തിയോടുകൂടി ഇതേവരെ ആരും അനുഷ്ഠിച്ചിട്ടില്ല. അതിൻ്റെ ഫലം അമ്മയ്ക്ക് കിട്ടാതെ വയ്യ. അതുകൊണ്ടൊരു കാര്യം ചെയ്യാം, അവിടുത്തെ പുത്രനായിട്ട് ഞാൻ വരാമെന്നുള്ളൂ. ഞാൻ അവിടുത്തെ പുത്രനായിട്ട് വന്നുകൊണ്ട് എല്ലാം സാധിപ്പിച്ചു തരാം. മഹാബലിയിൽ നിന്ന് സ്വർഗം വാങ്ങിച്ച് ഇന്ദ്രൻ അമ്മയുടെ പുത്രൻ എന്നെ കൊടുത്തോളാം, ദേവന്മാർക്ക് എന്നെ കൊടുത്തോളാം. ഭവത്തനയോ ഭവേയം, അമ്മയുടെ പുത്രനായിട്ട് ഞാൻ വന്നോളാം എന്നും പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞു, ഗോപ്യം അധീക്ഷണം ഇതി പ്രലപന്നയാസീഹി, അങ്ങനെ പറഞ്ഞു. ഞാൻ എന്നെ അമ്മയുടെ പുത്രനായിട്ട് വരാൻ പോണതോ എന്നെ കണ്ടതോ ഇതൊന്നും പറയരുത്. പരസ്മാ അപി നൈതൽ പരസ്മാ ആഖ്യേയം പൃഷ്ടയാപി കഥഞ്ചന, 20-ാം ശ്ലോകത്തിൽ അതാ പറഞ്ഞു. നൈതത്, ഇത് പരസ്മൈ ന ആഖ്യേയം, മറ്റുള്ളവർ പറയരുത്. എങ്ങനെയാണെങ്കിൽ പൃഷ്ടയാപി, ചോദിച്ചാൽ പോലും പറയരുത്. ചിലത് പറഞ്ഞില്ലെങ്കിലും ചോദിച്ചപ്പോൾ പറഞ്ഞു എന്ന് പറയാറുള്ളൂ. പറയണ്ടെന്ന് വിചാരിച്ചാൽ പക്ഷെ ചോദിച്ചപ്പോൾ പറഞ്ഞു. ചോദിച്ചാലും പറയണ്ടെന്നാ ഭഗവാൻ. പൃഷ്ടയാപി ന ആഖ്യേയം, ചോദിച്ചാൽ പോലും പറയണ്ട. ചോദിക്കാൻ സാധ്യതയുണ്ട്. ഞാൻ അമ്മയുടെ പുത്രനായിട്ട് അമ്മയുടെ ഉള്ളിൽ പ്രവേശിച്ചു കഴിയുമ്പോഴേക്കും അമ്മയ്ക്കൊരു പ്രത്യേക ഒരു തേജസ്സൊക്കെ ഉണ്ടാവും, ദുഃഖമൊക്കെ ഇല്ലാതാവും. അപ്പോൾ ഈ ദുഃഖിച്ചിരിക്കുന്ന ആളുടെ പെട്ടെന്ന് ദുഃഖം ഇല്ലാതാവുമ്പോൾ ബാക്കി ആളുകളെല്ലാം ഒന്ന് ചോദിക്കും, ഒരു വ്രതമൊക്കെ അനുഷ്ഠിച്ച് കണ്ടുവല്ലോ, എന്തെങ്കിലും വല്ല ദിവ്യമായിട്ടുള്ള അനുഭവം ഉണ്ടായോ, എന്താ വലിയ ദുഃഖമൊക്കെ തീർന്നുല്ലോ എന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ പറയും, ഇത് ഇന്നതാ ഉണ്ടായ പുത്രനായിട്ട് ഭഗവാൻ ഒന്നും പറയണ്ടാവും. അപ്പോൾ ഈശ്വരനെ കണ്ടതും ഇതൊക്കെ പറഞ്ഞാൽ നല്ലതല്ലേന്നാണെങ്കിൽ വേണ്ട പോലെ പറഞ്ഞാൽ നല്ലതാണ്. പക്ഷെ ആൾക്കാരൊന്നും വേണ്ട പോലെ അല്ല പറയാം. എങ്ങനെ വേണ്ട പോലെ പറയണത്? ഞാൻ വല്ലാതെ ദുഃഖിച്ചു, അദ്ദേഹം ഒരു വ്രതം പറഞ്ഞു തന്നു, അത് ഞാൻ എൻ്റെ യഥാശക്തി, വേണ്ട പോലെ എന്ന് പറയാൻ പറ്റില്ല, എൻ്റെ ശക്തി അനുസരിച്ച് ഞാൻ അനുഷ്ഠിച്ചു. ഭഗവാന്റെ ആ ഭക്ത വാത്സല്യെന്നേ പറയാറുള്ളൂ. ഭഗവാൻ തന്നെ എനിക്ക് ദർശനം തന്നു, പുത്ര രൂപത്തിൽ വരാം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നു എന്ന് പറഞ്ഞാൽ നല്ലതാണ്. അങ്ങനെയല്ല പറയാം. നിങ്ങളൊക്കെ വ്രതം അനുഷ്ഠിച്ചില്ലേ, എന്തെല്ലാം വ്രതം അനുഷ്ഠിച്ചു, ഭഗവാനെ കാണാൻ കഴിഞ്ഞോ? ഒന്നുമില്ല, എൻ്റെ മുമ്പിൽ വന്നു, അതെൻ്റെ മിടുക്കാം എന്നൊരു അഹങ്കാരം വരാൻ സാധ്യതയുണ്ട്. ഭഗവാൻ പറഞ്ഞു, ചോദിച്ചാൽ പോലും പറയണ്ട, മിണ്ടാതിരുന്നോളൂ മൗനമായിട്ട്. ആ മൗനം കൊണ്ടാണ് ശക്തി കൂടി കൂടി വരാമോ. ആ മൗനം ശീലിച്ചോളൂ, ചോദിച്ചാൽ പോലും പറയണ്ട എന്നും പറഞ്ഞ് ഭഗവാൻ അവിടെ അന്തർധാനം ചെയ്യുകയും കഴിഞ്ഞു. ഇത് കഴിഞ്ഞാണ് കശ്യപനിൽ കൂടെ അതീതിയിൽ പ്രവേശിച്ചു. പ്രവേശിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഒരു പ്രത്യേക ഒരു തേജസ് അവതരിക്കാറായപ്പോഴേക്കും ബ്രഹ്മാവൊക്കെ ചെന്ന് അതീതിയുടെ ഉള്ളിൽ വളർന്നു വരുന്ന ഭഗവാനെ സ്തുതിച്ചു. എന്തിനെ സ്തുതിച്ചുകൊണ്ടാണ്? ഭഗവാൻ അവതരിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ചെയ്യാൻ പോണേ അതിനെ ഒരു സൂചന വെച്ചുകൊണ്ടാണ് എല്ലാം തന്നെ. ജയോരുഗായ ഭഗവൻ, ബ്രഹ്മാവിൻ്റെ സ്തുതിയാണ് അതിഥിയുടെ ഉള്ളിലിരിക്കുന്ന ഭഗവാന്. 25-ാം ശ്ലോകത്തിലൊക്കെ ജയോരുഗായ ഭഗവൻ ഉരുക്രമ നമോസ്തുതേ, നമോ ബ്രഹ്മണ്യദേവായ ത്രിഗുണായ നമോ നമഃ, നമസ്തേ പൃശ്യഗർഭായ വേദഗർഭായ വേദസേ ത്രിനാഭായ ത്രിപൃഷ്ഠായ ശിവിവിഷ്ടായ വിഷ്ണവേ, ത്വമാദിരന്തോ ഭുവനസ്യ മധ്യം അനന്തശക്തിം പുരുഷം യമാഹു, കാലോ ഭവാൻ ആക്ഷിപതീശ വിശ്വമോ സ്രോതോ യഥാ അന്തഃപതിതം ഗഭീരം, ത്വം വൈ പ്രജാനാം സ്ഥിരജംഗമാനാം പ്രജാപതീനാമസി സംഭവിഷ്ണു, ദിവൗകസാം ദേവാം ദിവശ്ച്യുതാനാം പരായണം മൗരിവമജ്യതോപ്സു. ഒരു നദിയിൽ മുങ്ങിപ്പൊങ്ങുന്ന ആൾക്ക് ഒരു തോണി പോലെയാണ് ഭഗവാനെ അവിടുന്ന്.
എൻ്റെ എല്ലാ വിഷമവും തീർത്തു തരണേ ഭഗവാനെ എന്നൊക്കെ പറഞ്ഞ് സർവാത്മനാ ശരണം. ഉച്ചയ്ക്ക് മുമ്പുള്ള ആ അഭിജിത്ത് എന്നുള്ള പുണ്യമുഹൂർത്തം ഇതൊക്കെ. അപ്പോൾ വാമനാവതാര ദിവസമാണ്. ചിങ്ങമാസത്തിൽ തിരുവോണം എന്ന് പറഞ്ഞാൽ വാമനാവതാര, അതതിൻ്റെ മഹിമ. അപ്പോൾ ചിങ്ങമാസത്തിൽ വെളുത്തപക്ഷം, ദ്വാദശി തിഥി, തിരുവോണ നക്ഷത്രം, ഇങ്ങനെയൊക്കെയുള്ള വിശേഷമായിട്ടുള്ള ദിവസത്തിൽ ആണ് ഭഗവാന്റെ അവതാരം. ആ അവതാരം വർണ്ണിക്കുകയാണ് അടുത്ത ശ്ലോകം. ശ്രീ ശുക ഉവാച ഇത്തം വിരിഞ്ചസ്തുതകർമ്മവീര്യഃ പ്രാദുർബഭൂവാദിത്യാം ചതുർഭുജഃ ശംഖഗദാബ്ജചക്രഃ കിശംഗവാസാ അവിനായതേക്ഷണഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണ 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 നാരായണ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഇത്തം വിരിഞ്ചസ്തുത കർമ്മവീര്യഃ പ്രാദുർബഭൂവാമൃതഭൂരദിത്യാം ചതുർഭുജഃ ശംഖഗദാബ്ജചക്രഃ പിശംഗവാസാഃ നളിനായതേക്ഷണഃ. കൃഷ്ണാവതാരമൊക്കെ വർണ്ണിക്കുന്ന പോലെ അതുപോലെ തന്നെയാണ്. ചതുർഭുജനായി ശംഖചക്രാദികളാകുന്ന എല്ലാ ആയുധങ്ങളോടും എല്ലാം കൂടി, എല്ലാ ലക്ഷണങ്ങളോടും കൂടി വനമാലയൊക്കെ ധരിച്ച് അത്യത്ഭുതമായ രൂപത്തിലാണ്. അതേപോലെ തന്നെ നീലമേഘശ്യാമള കോമളം തന്നെയാണ്. ശ്രീരാമനായിട്ട് അവതരിക്കുമ്പോഴും വാമനൊക്കെ തന്നെ കറുത്ത വർണ്ണ നീലമേഘശ്യാമള കോമളനാണ്. അങ്ങനെ അവതരിച്ചു എന്നാണ്. വിശങ്കവാസാഹ മഞ്ഞപ്പട്ട കൊടുത്ത് അലിനായതേക്ഷണ ശ്യാമാവതാതഃ ഝഷരാജകുണ്ടലത്തുഷൽ തുഷോല്ലസ ശ്രീവദനാംബുജപുമാൻ ശ്രീവത്സവക്ഷാഃ വലയാംഗദോല്ലസത്കിരീട കാഞ്ചീഗുണ ചാരുനൂപുരഃ മധുവ്രത വ്രാതവിഘുഷ്ടയാ സ്വയാ വിരാജിത ശ്രീവനമാലയാ ഹരിഃ പ്രജാപതേർവേശ്മതമസ്വരോജിഷാ വിനാശയൻ കണ്ഠനിവിഷ്ട കൗസ്തുഭാം ദിശപ്രസേതുഃ സലിലാശയാസ്തദാ പ്രജാഃ പ്രഹൃഷ്ടാഃ ഋതവോ ഗുണാൻവിതാഃ ദ്യൗരന്തരിക്ഷം ക്ഷിതിഃ അഗ്നിജിഹ്വാഃ ഗാവോ ദ്വിജാഃ സഞ്ജഹൃഷുർനഗാശ്ച. അഗ്നിജിഹ്വന്മാർ ദേവന്മാരെന്നർത്ഥം. ദേവന്മാരൊക്കെ സന്തോഷിച്ചു എന്ന് ചിലപ്പോൾ അങ്ങനെയാണ് പറയാം. അഗ്നിമുഖാ വൈ ദേവാഃ മുഖാദിന്ദ്രശ്ച അഗ്നിശ്ച എന്നൊക്കെ പുരുഷസൂക്തത്തിലൊക്കെ. അപ്പോൾ അഗ്നിജിഹ്വാഹ, അഗ്നിജിഹ്വന്മാരെന്ന് പറയും. അതായത് ദേവന്മാർ ഇവരൊക്കെ സന്തോഷിച്ചു എന്നാണ്. ദ്യൗഹു അന്തരിക്ഷം ക്ഷിതിഃ അഗ്നിജിഹ്വാഹ ഗാവോ ദ്വിജാഃ സഞ്ജഹൃഷുർനഗാശ്ച. അങ്ങനെ എല്ലാവരും സന്തോഷിച്ചു. അപ്പോഴാണ് ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ ഭഗവാന്റെ അവതാരം ഇങ്ങനെ അതീതി ദേവിയൊക്കെ കണ്ട്, കശ്യപനൊക്കെ ഈ രൂപം കണ്ട്, പുത്രരൂപത്തിൽ വന്ന ഭഗവാന്റെ രൂപം കണ്ട് ഇങ്ങനെ കണ്ണിൽ കണ്ണുനീരോടുകൂടി നിൽക്കുക. പെട്ടെന്ന് ഭഗവാൻ രൂപം മാറിയുന്ന ബഭൂവ തേനൈവ സവാമനോ വടുഹു. പെട്ടെന്ന് ഒരു ബ്രഹ്മചാരിയുടെ രൂപമായി. ഉപനയനത്തിന് നല്ല പ്രായം, അങ്ങനെ ഒരു 8 വയസ്സായിട്ടുള്ള ആ ബാലനായി. ഇങ്ങനെ കഴിഞ്ഞപ്പോഴാണ് അവിടെ കശ്യപ പ്രജാപതിയുണ്ട്, ബൃഹസ്പതി മുതലായിട്ടുള്ള പുരോഹിതന്മാരുണ്ട്. ഉടനെ ആ ഉപനയനമൊക്കെ നടത്തുക. അവിടെ ഉപനയനമൊക്കെ നടത്തുന്നു, കൃഷ്ണാജിനം കൊടുക്കുന്നു, മേഖല, അതുപോലെ തന്നെ ദണ്ട്, ആ പ്ലാശിൻ ദണ്ട്, കമണ്ടലു, ഇങ്ങനെയൊക്കെ വേണമല്ലോ ബ്രഹ്മചാരിക്ക് ചില വേണ്ട സാധനങ്ങൾ. ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞു. ദേവന്മാരൊക്കെ ഒന്ന് കൊടുത്തു. ബ്രഹ്മചാരിക്ക് ഒരു ഭിക്ഷ കൊടുക്കലുണ്ട്. അത് അമ്മയാണ് ഭിക്ഷ കൊടുക്കുക. ഇവിടെ സാക്ഷാ അന്നപൂർണേശ്വരി തന്നെയാണ്, ഭഗവതി തന്നെയാണ് വന്നേക്കണം. ദേവി തന്നെ വന്ന് ഭിക്ഷ കൊടുക്കണു. ഗായത്രി ഉപദേശിക്കാറായപ്പോൾ അതിൻ്റെ ദേവത തന്നെ, സൂര്യൻ തന്നെ വരുന്നു.
ഭഗവാൻ തന്നെ വന്ന് ഉപദേശിക്കുന്നു. ഇങ്ങനെ എല്ലാവരും എല്ലാം കൊടുത്തു കഴിഞ്ഞു. ബൃഹസ്പതി ബ്രഹ്മസൂത്രം, ഊണുനൂല് കൊടുക്കണോ ബൃഹസ്പതി. മേഖലാം കശ്യപോ ദദാത്, കശ്യപ പ്രജാപതി മേഖല കൊടുക്കുന്നു. ദദൗ കൃഷ്ണാജിനം ഭൂമി, ഭൂമി ദൈവന്ന് കൃഷ്ണാജിനം. സോമോ ദണ്ഡം സോമോ വനസ്പതി, ഒരു ദണ്ട് വേണം, അത് സോമൻ തന്നെ കൊടുക്കണു. കൗപീനാച്ഛാദനം മാതാ, ഇങ്ങനെ എല്ലാവരും വേണ്ട സാധനങ്ങൾ കൊടുത്തു കഴിഞ്ഞു. ഇത് കഴിഞ്ഞപ്പോഴാണ് ചമത ഹോമിക്കാന്നൊരു ചടങ്ങുണ്ട് ബ്രഹ്മചാരിക്ക്. അത് ഹോമിച്ചു കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് കൂടുതൽ ആ തേജസ് വർദ്ധിക്കാനുള്ളതാണ്. അതും കൂടിയും കഴിഞ്ഞപ്പോഴേക്കും ഒരു പ്രത്യേക തേജസ്സായി ഉടനെ അവിടുന്ന് പുറപ്പെടുക. ഭൃഗുകച്ഛത്തിൽ, നർമ്മദാ നദിയുടെ വടക്കേ തീരം ഭൃഗുകച്ഛത്തിൽ വലിയ യജ്ഞശാലയിലാണ് മഹാബലി ഇരിക്കുന്നത്. അനുഗ്രഹിക്കാനായിട്ട് പോവുകയാണ്. ഇങ്ങനെ പോകണോ, അടുക്കെത്താറായി, യജ്ഞശാലയിൽ എത്താറായപ്പോഴേക്കും അകലേ നിന്ന് ആ തേജസ് വരിക. ആ യജ്ഞശാല മുഴുവൻ പ്രകാശമാനമാവുക. ശുക്രമഹർഷിയുണ്ട്, ശിഷ്യന്മാരെല്ലാം ഉണ്ട് അവിടെ. അകലേ നിന്ന് കണ്ടപ്പോൾ അവർ ചിന്തിക്കുക, ആരാ വരണത്? ഭാസ്വാൻ കിം ഏഷഃ, ഏഷഃ ഭാസ്വാൻ കിം, ഇത് സൂര്യനാണോ ഭാസ്വാനാണോ? ഭാസ്വാൻ കിം ഏഷഃ ദഹനോന്നു, അതോ ദഹനാണോ അഗ്നിയാണോ? സനൽകുമാരോ യോഗീനോ, അതോ സനൽകുമാര മഹർഷിയോ? കോയം അയം കഹ എന്നാണ്. ഇവൻ ആരാണ് ഈ വരണത്? ഇങ്ങനെ അപൂർവം ചെറിയ ആൾക്ക് ഇത്രയും തേജസ്സുള്ളൂ. അതുകൊണ്ടാണ് സൂര്യക്കിലായാത്യുതവാ വിഭാവസുഹു, ഭാഗവത്തിൽ പറഞ്ഞ അതേ ഭാഗം തന്നെയാണ് നാരായണീയത്തിലും വർണ്ണിച്ചത്. ഇവിടെ സൂര്യ എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഭാസ്വാൻ എന്ന് പറഞ്ഞു. ആ ഭാസ്വാൻ എന്ന് പറഞ്ഞപ്പോഴേക്കും കുറച്ച് ശക്തി കൂടുതലായി, നല്ല തിളങ്ങുന്ന ആളെന്ന് കൂടുതൽ കിട്ടും. സൂര്യൻ എന്ന് പറഞ്ഞേക്കാളും ആ ശബ്ദത്തിന് കൂടുതലൊരു മിഴിവ്, അത് കാവ്യം പോലെ ആക്കണമല്ലോ, അതിനാണ് ഭാസ്വാൻ കിമേഷ. സൂര്യ എന്ന് കേൾക്കണേക്കാളും ശക്തിയുണ്ട്. ഭാസ്വാൻ, ഭാസിക്കുന്നവൻ, ശോഭിക്കുന്നവൻ. അതാണ് നാരായണീയത്തിൽ ആ വാക്കെടുത്ത്. സൂര്യ എന്നുള്ള വാക്ക് കളഞ്ഞ് ഭാസ്വാൻ നിർത്തി. അനേക പര്യായം ഉണ്ടല്ലോ ഓരോന്നിനും. ഭാസ്വാൻ കിമേഷ ദഹനോനു സനൽകുമാരോ യോഗീനു കോയം ഇതി ശുക്രമുഖൈ ശശങ്കേ. ശുക്രമഹർഷി മുതലായിട്ടുള്ള ആളാ ചിന്തിക്കണേ ആരാന്ന്. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴേയും ഭഗവാൻ വേഗം ബ്രഹ്മചാരി വേഷത്തിൽ പ്രവേശിച്ചു. അത് കണ്ടപ്പോഴേക്കും യജമാനായിട്ടുള്ള മഹാബലി വിന്ധ്യാവലിയാകുന്ന പത്നിയോട് കൂടിയാണല്ലോ യാഗം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പത്നി സമേതനായിട്ട് വേണം. വേഗം ഈ ബ്രഹ്മചാരിയെ കണ്ടപ്പോഴേക്ക്, തേജസ്വിയായിട്ടുള്ള ആളെ കണ്ടപ്പോഴേക്ക് എഴുന്നേറ്റ് ചെന്നു, സ്വാഗതം പറഞ്ഞു കൂട്ടിക്കൊണ്ടുവരുന്നു. ഒരു പീഠത്തുമിരുത്തുന്നു, പാദം കഴിയിക്കുന്നു. ആ തീർത്ഥം ശിരസിൽ ധരിച്ചു എന്ന് പറയാം. എത്ര തൽപാദശൗചം ജനകൽമഷാപഹം സധർമ്മവിന്മൂർധനി അദധാൽ സുമംഗളം യദ്ദേവദേവോ ഗിരിശഃ ചന്ദ്രമൗലിഃ ദധാരമൂർധ്നാ പരയാ ച ഭക്തിയാ. എത്രയാ സുകൃതം ചെയ്തേക്കണേന്നാ. ആ തീർത്ഥം ശിരസിൽ വെച്ചു മഹാബലി, ഭഗവാന്റെ പാദം കഴിയിച്ചു. ഇത് പരമശിവനോ ഇങ്ങനെ അപൂർവം ചില ആൾക്കേ ഭാഗ്യം കിട്ടിയുള്ളൂ. ഭഗവാന്റെ പാദതീർത്ഥം ഗംഗാനദിയായിട്ട് ഭഗവാൻ ശിരസിൽ ധരിച്ചുകൊണ്ടിരിക്കുക. യച്ഛൗച നിസ്സൃത സരിൽ പ്രവരോധകേന തീർത്ഥേന മൂർധന്യധികൃതേന ശിവശിവോ ഭൂത്. ശിവൻ ശിവനായിട്ട് തീർന്നത് ഗംഗാജലത്തെ ധരിക്കുക ഭഗവാന്റെ പാദതീർത്ഥം ധരിച്ചപ്പോഴാണ്. തീർത്ഥേന മൂർധന്യധികൃതേന ശിവശിവോ ഭൂത് എന്നൊക്കെ അവിടെ വർണ്ണിക്കുന്നു. അതാണ് പാദതീർത്ഥം ശിരസിൽ ധരിച്ചു എന്നാണ്. എത്രയാ പുണ്യം ചെയ്ത്. യദ്ദേവദേവോ ഗിരീശഃ ചന്ദ്രമൗലിഃ ദധാരമൂർധ്നാ പരയാ ച ഭക്തിയാ. ഇത്രയും കഴിഞ്ഞ് സ്വാഗതം തേ നമസ്തുഭ്യം, ഇതാ വരൂ സ്വാഗതം പറഞ്ഞ് വേഗം അങ്ങോട്ട് നമസ്കരിച്ചു. അങ്ങ് ആരാണ്? യഥോ ദിവ്യന്മാരുടെ തേജസ് മുഴുവൻ അങ്ങയ്ക്കുണ്ടല്ലോ. അങ്ങ് വന്നോടുകൂടി അത്യനഃ പിതരസ്തൃപ്താഃ, എൻ്റെ പിതൃക്കൾ മുഴുവൻ അങ്ങയുടെ ആഗമനം കൊണ്ട് സന്തോഷിച്ചു കഴിഞ്ഞു. അത്യനഃ പാവിതം കുലം, അങ്ങ് വന്നോടുകൂടി എൻ്റെ കുലം പരിശുദ്ധമായി. അദ്യസ്വിഷ്ടഃ ക്രതുരയം,
ഇന്നാണ് ശരിക്കും യാഗം സഫലമായത്. അതിൻ്റെ എല്ലാം നവധാമ മൃഷ്ടം തഥാന്നവേയം ഉതവാ വിപ്രകന്യാം ഗ്രാമാൻ സമൃദ്ധാൻ തുരകാൻ ഗജാൻ വാ, എന്തു വേണമെങ്കിൽ മത്തക്കിന്തേ സമഭിലഷിതം വിപ്രസൂനോ വദത്വം വിത്തം ഭക്തം ഭവനമവനിം വാപി സർവം പ്രദാസ്യേ. ഈ ശ്ലോകം വെച്ചുകൊണ്ടാണ് അതിലാക്കി. ഗാം കാഞ്ചനം, സ്വർണങ്ങൾ വേണോ, പശുക്കളെ വേണോ, അല്ലെങ്കിൽ ധാരാളം ഭക്ഷണം വേണോ, ഗ്രാമങ്ങൾ വേണോ, നഗരങ്ങൾ വേണോ, ആനകൾ, കുതിരകൾ, അങ്ങനെ വേണ്ട, തരാൻ പറ്റാത്തൊന്നുമില്ല. ഇതെല്ലാം എൻ്റെയാണ്, എന്ത് വേണി ചോദിച്ചോളാം. അപ്പോൾ ഭഗവാൻ ചിന്തിക്കുക, ഇതൊക്കെ എൻ്റെ എന്ന് പറയാൻ ആരാ അവന് അധികാരം കൊടുത്തേ? ഇതൊക്കെ എൻ്റെ എന്ന് പറയാൻ ഭഗവാന് മാത്രമേ അധികാരമുള്ളൂ. നമ്മൾ എൻ്റെ എന്ന് പറഞ്ഞതിന് യാതൊരു അർത്ഥമില്ല. കാരണം നമ്മൾ വരണേനും മുമ്പ് ഇവിടെ ഉണ്ട്. അപ്പോഴോ പിന്നെ എങ്ങനെ എൻ്റെ ആയി ആരാ നമ്മളിതാക്കി പോയി കഴിഞ്ഞാലും ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെ ഞാൻ എൻ്റെ വെറുതെ പറയാ, അർത്ഥമില്ലാണ്ട് പറയുന്നതാണ്. എന്നാൽ ഭഗവാൻ അത് മാറ്റി പറയേണ്ടി വരും. നമ്മൾ എൻ്റെ എന്ന് പറഞ്ഞാൽ വേറെ ആൾ വാങ്ങിച്ച ആ ആളുടെയായി, അപ്പോൾ എൻ്റെ അല്ലാതായി. ഭഗവാൻ അത് മാറ്റി പറയേണ്ടി വരില്ല. കാരണം സൃഷ്ടിച്ചതും നിലനിർത്തണം, സംഭരിക്കണം ഭഗവാൻ തന്നെയാണ്. അപ്പോൾ എൻ്റെ എന്നത് അഹങ്കാരം, അതാണ്. എന്തൊക്കെ വേണമെങ്കിൽ ചോദിച്ചോളാൻ പറഞ്ഞു. ഭഗവാൻ ചിന്തിച്ചു, മഹാബലിക്ക് എല്ലാ ഗുണങ്ങളാണ്, എന്തെല്ലാം ഗുണങ്ങളാണ്. പക്ഷെ ഒരു ചെറിയ ദോഷമുണ്ട്. ഇതൊക്കെ എൻ്റെ ഞാൻ, ഈ ഒരു തെറ്റിദ്ധാരണയുണ്ട്. അതില്ലാതാക്കി കഴിഞ്ഞാൽ മഹാബലി ഈശ്വര തുല്യനാണ്. ഇന്ദ്രപദവിയല്ല, അതിൽ വലിയ സ്ഥാനത്തിരിക്കാൻ യോഗ്യതയുണ്ട്. അതുകൊണ്ട് ആ അഹങ്കാരം ഇല്ലാതാക്കി അനുഗ്രഹിക്കണം എന്ന് ഭഗവാൻ സങ്കല്പിച്ചു. എന്നിട്ട് പറഞ്ഞു, അങ്ങ് കുലോചിതമായിട്ടൊക്കെ പറഞ്ഞു. വചസ്തവൈതജനദേവ സൂനൃതം കുലോചിതം ധർമ്മയുതം യശസ്കരം യസ്യ പ്രമാണം ഭൃഗവഃ സാംബരായേ പിതാമഹ കുലവൃദ്ധ പ്രശാന്ത. അങ്ങ് കുലോചിതമായിട്ടൊക്കെ സംസാരിച്ചു. കാരണം പ്രഹ്ലാദൻ്റെ വംശത്തിൽ ജനിച്ച ആളല്ലേ. അങ്ങയുടെ അച്ഛനൊക്കെ വിരോചനൻ, അങ്ങയുടെ അച്ഛൻ യാചിക്കാൻ വന്ന് വേഷം മാറി വന്ന് ദേവന്മാർക്ക് തൻ്റെ പ്രാണങ്ങളെ കൊടുത്ത ചരിത്ര. ഇങ്ങനെ വലിയ വലിയ, അതാണ് ഇവിടെ പറഞ്ഞത്. ഇങ്ങനെയൊക്കെയുള്ള ആളാണ് ഇവിടെ പറഞ്ഞു. അതുകൊണ്ട് അങ്ങ് ചെയ്തതെല്ലാം പ്രത്യാഖ്യാത പ്രതിശ്രുത്യ യോ വാദാതാത്വിജാതയെ. അങ്ങയുടെ കുലത്തിലുള്ള ആളുകളൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല. വന്ന ആൾക്കെല്ലാം കൊടുത്ത ചരിത്രമാണ്. അതുകൊണ്ട് മാത്രമല്ല, യുഷ്മൽ കുലേ യദ്യശസാമലേന പ്രഹ്ലാദ. നിങ്ങളുടെ വംശത്തിലല്ലേ പ്രഹ്ലാദൻ, അങ്ങയുടെ മുത്തശ്ശനല്ലേ. പ്രഹ്ലാദൻ്റെയൊക്കെ ആ വംശത്തിൽ ജനിച്ച ആള് ഇങ്ങനെയൊക്കെ പറഞ്ഞ് സൽക്കരിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അതുകൊണ്ട് ഇതൊന്നും വേണ്ടാന്ന് തോന്നുന്നു. അപ്പം അങ്ങ് കുലോചിതമായിട്ട് പറഞ്ഞു. പക്ഷേ എനിക്കിതൊന്നും ആവശ്യമില്ല. എനിക്കെന്ത് വേണം? എൻ്റെ പാദങ്ങളെ കൊണ്ട് ഒരു 3 അടി അളന്നെടുക്കണം. പദാനി ത്രീണി ദൈത്യേന്ദ്ര, ഇത് മാത്രമേ വേണ്ടുന്നു. സംമിതാനി പദാ മമാ, എൻ്റെ ഈ പാദങ്ങളെ കൊണ്ടൊരു 3 അടി അളന്നെടുക്കണത് മാത്രമേ വേണ്ടൂ. അപ്പോഴാണ് മഹാബലി പറയാ, അഹോ ബ്രാഹ്മണനായാത വാചസ്തേ വൃദ്ധസമ്മതാഹ. ഇതൊക്കെ വലിയ വൃദ്ധന്മാരായിട്ടുള്ള ആളുകൾ, അങ്ങനെയുള്ള ജ്ഞാനികൾ പറയണ വാക്കാ. ത്വം ബാലഹ ബാലിശമതിഹി, ചെറിയ ബാലന, ബാലിശമാണ് നിൻ്റെ മതി, ബുദ്ധി വേണ്ടത്ര, സ്വന്തം കാര്യം നോക്കാൻ അറിയില്ല. ഇത്ര നിസ്സാരമാണ് എൻ്റെ അടുക്ക വന്ന് യാചിക്കുക. എത്ര ദ്വീപുകൾ തന്നെ തരാൻ കഴിവുള്ള എൻ്റെ അടുക്ക വന്നിട്ട് ഇത്ര നിസ്സാരം ചോദിച്ചാൽ അത് എനിക്കാ ചേർത്തപ്പായിരുന്നു. ആൾക്കാർ ചോദിക്കില്ലേ, മഹാബലിയുടെ യജ്ഞശാലയിൽ ഒരു ബ്രഹ്മചാരി വന്നു, എന്താ അദ്ദേഹത്തിന് കൊടുത്തത്? കുഞ്ഞി പാദം കൊണ്ടൊരു 3 അടി വേണമെങ്കിൽ അളന്നെടുത്തോളാം. എവിടെയെങ്കിലും ഒരു ഇത്തിരി ഭൂമി അളന്നെടുക്കാൻ തുടങ്ങിയ ഒരാൾ തന്നു എന്ന് പറയാൻ പറ്റുമോ? എടുത്തുകൊണ്ട് വരാൻ പറ്റുമോ ഭൂമി? അയാൾ ഭൂമി തന്നെ ദാനം ചെയ്തു. കുറച്ച് എന്ത് ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റില്ല. അതന്നെ ഒരു 3 അടി ഇരിക്കാൻ പോലും സ്ഥലമില്ലാത്ത 3 അടി ദാനം ചെയ്യും. ഇതേ കൊടുത്തുള്ളല്ലേ മഹാബലി, എന്നിട്ടാണോ വലിയ യജ്ഞം ചെയ്തുകൊണ്ടിരിക്കണേ? ഈ ചോദിച്ച പോലും കൊടുക്കാതെ ഒരാൾ വന്നാൽ വേണ്ട കൊടുക്കണ്ടേ എന്നൊക്കെ ആളുകൾ മഹാബലിയെക്കുറിച്ച് പറയും. എന്നെക്കുറിച്ചാണ് പറയാം. എന്നാൽ ഞാനെല്ലാം കൊടുക്കാൻ തയ്യാറായതാണെന്നും
ഈ വന്ന ആൾ അത്രയും മതിയെന്ന് പറഞ്ഞ് നിർബന്ധിച്ചിട്ട് അത് കൊടുത്തതെന്ന് ആരും പറയില്ല. ആ ദോഷം മാത്രമേ ആളുകൾ പറയുള്ളൂ. മഹാബലി കൊടുത്തില്ല, ഇതേ കൊടുത്തുള്ളൂ എന്നേ പറയുള്ളൂ. അതുകൊണ്ട് എനിക്ക് പോലും അത് ചീത്തപ്പേരാ. മാത്രമല്ല തൽക്കാലം ഇത് മതിയും തോന്നും. കുറച്ച് കഴിയുമ്പോൾ കുറച്ചും കൂടിയും കിട്ടിയാൽ നല്ലതാണെന്നും തോന്നും. ഇപ്പോൾ രണ്ടാമത് വന്ന് യാചിക്കാൻ മടിയുണ്ടാവും. അതുകൊണ്ട് ആ വിഷമങ്ങളൊന്നും വേണ്ട, ആലോചിച്ച് ചോദിച്ചോളാം. ഭഗവാൻ പറഞ്ഞു എനിക്കിത് മാത്രം മതി, ഞാൻ ആലോചിച്ച് തന്നെയാണ് പറയണത്. കുറച്ച് കിട്ടിയാൽ സന്തോഷിക്കാൻ കഴിയാത്തവർക്ക് കൂടുതൽ കിട്ടിയാലും പറ്റില്ല. സന്തോഷിക്കാമെന്നൊരു ശീലം വരുത്തി വയ്ക്കണം. അത് കുറച്ചുകൊണ്ട് ശീലിച്ചാലേ പറ്റുള്ളൂ. അല്ലെങ്കിൽ എത്ര കിട്ടിയാലും, ഗ്രാമം കിട്ടിയാൽ നഗരങ്ങൾ വേണമെന്നോ, നഗരം കിട്ടിയാൽ കുറേ നഗരങ്ങളിലെ ദ്വീപ് വേണമെന്നോന്നും, ദ്വീപ് കിട്ടിയാൽ അടുത്ത ദ്വീപ് വേണമെന്നോന്നും, ദ്വീപുകളും കിട്ടിയാൽ ഇനി വല്ലതുണ്ടോന്നും, ഇങ്ങനെ ആഗ്രഹത്തിന് തീരെ അവസാനമില്ല. അതുകൊണ്ട് എനിക്കതൊന്നും വേണ്ട, ഞാൻ കുറച്ച് കിട്ടി സന്തോഷിക്കും, എനിക്കിത് മാത്രം മതി. എന്നാൽ ശരി, അങ്ങനെ ആവാമെന്ന് പറഞ്ഞ് കൊടുക്കാൻ പോവാം. ശുക്രമഹർഷി ഉണ്ടല്ലോ യജ്ഞശാലയിൽ, ഇത് കേട്ടപ്പോൾ മനസ്സായി സാക്ഷാ ഭഗവാനാണെന്ന് പെട്ടെന്ന് മനസ്സായി. സാധാരണ യാചിക്കാൻ ചെല്ലുന്ന ആളുകൾ എന്ത് ചെയ്യും? യാചിക്കുന്ന ആളുകൾ കുറേ തരാൻ പറയും, കൊടുക്കുന്ന ആൾ കുറച്ച് കൊണ്ടുപോകും. ഇങ്ങനെയാണ് ലോക സ്വഭാവം. ചോദിക്കുന്ന ആൾ കുറേ ചോദിക്കും, കൊടുക്കുന്ന ആൾ എത്രയും കുറയ്ക്കാൻ പറ്റും അത്രയും കുറയ്ക്കും. ഇത് നേരെ വിപരീതമാണ്. ചോദിക്കുന്ന ആൾക്ക് കുറച്ചേ വേണ്ടൂ, കൊടുക്കാൻ എത്ര വേണമെങ്കിലും തയ്യാറായിക്കൊണ്ട്. എന്താ ഇങ്ങനൊരു മാറ്റം? ഭഗവാൻ ശുക്രമഹർഷി തെളിഞ്ഞു കണ്ടു, സാക്ഷാ ഭഗവാനാന്ന് മനസ്സിലായി. എന്തെങ്കിലും തൻ്റെ ശിഷ്യനൊരു തെറ്റ് പറ്റരുതെന്ന് വിചാരിച്ചുകൊണ്ട് പറഞ്ഞു, കൊടുക്കണ്ടാട്ടോ, മാമാ ദേയം ഹരിരയം ഇതി വ്യക്തമേവാപഭാഷയെന്ന് നാരായണീയത്തിൽ. കൊടുക്കാൻ പുറപ്പെടണ്ടാട്ടോ, കൊടുക്കാൻ പോയാൽ എല്ലാം കൊണ്ടുപോകും. ദേവകാര്യം സാധിക്കാൻ വന്നേക്കുന്നതാണ്. ദേവന്മാരുടെ ആഗ്രഹം സാധിപ്പിക്കാൻ കശ്യപൻ്റെ അതീതരെയും പുത്രനായിട്ട് വന്നേക്കുന്ന ആളാണ്. കൊടുക്കണ്ട, എല്ലാം കൊണ്ടുപോകും. പരീക്ഷിക്കാൻ പറഞ്ഞതാ. മാ ദേയം. കൊടുക്കലെന്ന് പറഞ്ഞാൽ എന്താ താല്പര്യം? ഭഗവാന് കൊടുക്കേണ്ടതുണ്ടോ? ഭഗവാന്റെ ആണിത്, ഈശ്വരൻ്റെ ആണ് നീ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കണേ. നീ കൊടുക്കൊന്നും വേണ്ട, നിൻ്റെ തെറ്റിദ്ധരിക്കണ്ട, ഭഗവാന്റെ ആണ് വാസ്തവത്തിലെന്ന് അതിനർത്ഥം. മാമാ ദേയം ഹരിരയമിതി വ്യക്തമേവ ആബഭാഷേ. ഇത് ഹരിയാണ്, ദേവകാര്യം സാധിപ്പിക്കാൻ വന്നു. കൊടുക്കാൻ പുറപ്പെട്ടാൽ എല്ലാം കൊണ്ടുപോകുന്നു. എല്ലാം ഒന്നും ഇത് കേട്ടപ്പോൾ പരീക്ഷിക്കാൻ പറയുന്നതാണല്ലോ. ഇത് കേട്ടപ്പോൾ പറഞ്ഞു, എന്നാ ഞാൻ എങ്ങനെയായാലും കൊടുക്കുന്നു. ദദാമ്യേവ, എങ്ങനെയായാലും ഞാൻ കൊടുക്കുക തന്നെ ചെയ്യും. ഇത് ഗുരുനാഥനെ ബഹുമാനായി. അപ്പോൾ പറഞ്ഞില്ലെങ്കിൽ അറിയില്ലായിരുന്നു, ഭഗവാനാണെന്ന് അറിയില്ലായിരുന്നു. ഈശ്വരനെ കാണിച്ചു കൊടുക്കുന്ന ആളാ ഗുരുനാഥൻ. പറഞ്ഞപ്പോൾ ഇത് ഭഗവാനാന്ന് പറഞ്ഞപ്പോഴേക്കും വലിയ 100 ഇരട്ടി സന്തോഷമായി. എങ്ങനെയായാലും കൊടുക്കും. പിന്നെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ പറഞ്ഞു, ഈ തരാമെന്ന് പറഞ്ഞു, വാക്ക് പാലിക്കാൻ വേണ്ടി കൊടുക്കണമെന്നില്ല. ദാനം ചെയ്യാനൊരു നിയമമുണ്ട്. ആകെയുള്ള ധനത്തെ 5 വിഭജിക്കുക. അതിലൊരു ഭാഗ്യ ദാനത്തിന് പറഞ്ഞിട്ടുണ്ട്. ദേവകാര്യങ്ങൾക്ക്, പിതൃകാര്യങ്ങൾക്ക്, ഇങ്ങനെയൊക്കെ ഓരോന്നായിട്ട് തിരിക്കും അവനവൻ്റെ ആവശ്യത്തിന്. ഇങ്ങനെ എല്ലാ കാര്യത്തിനും തിരിച്ചാൽ അതിലൊന്ന് ദാനത്തിനും കൂടി ഉള്ളതാണ്. അതേ ദാനം ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ. പഞ്ചധാ വിഭജൻ വിത്തം ഇഹ ആമുത്രചമോദതേ. ധനത്തെ ആകെയുള്ളതിനെ 5 തരത്തിൽ വിഭജിച്ച് അതിലൊരു ഭാഗം ദാനം ചെയ്യുക. അപ്പോഴാണ് എല്ലാ ശ്രേയസ്സും. മുഴുവൻ ദാനം ചെയ്താൽ പറഞ്ഞാലോ, മുഴുവൻ ദാനം ചെയ്താൽ പിന്നെ ജീവിക്കാൻ പോലും ഉണ്ടാവില്ല. ശരീരം ആദ്യം ഖലു ധർമ്മസാധനം. ഈ ശരീരം പോലും നിലനിർത്താൻ പിന്നെ വഴിയുണ്ടാവില്ല. പിന്നെ എങ്ങനെയാണ് ധർമ്മം സ്ഥാപിക്കുക? എവിടെ പിന്നെ സത്യം? ശരീരം പോലും ഇല്ലെങ്കിൽ. അതുകൊണ്ട് ധർമാനുഷ്ഠാനത്തിന് വച്ച് 5-ലൊരു ഭാഗ്യ ദാനം ചെയ്യും. നീ ഇപ്പോൾ കൊടുക്കാൻ പോയാൽ സർവ്വതും കൊടുക്കും. അതുകൊണ്ട് വാക്ക് മാറ്റാം. എന്നാൽ ചില സന്ദർഭങ്ങളിൽ അപ്പം ഇങ്ങനെ അസത്യം പറയരുതല്ലോ. സത്യം വദാന്നല്ലേ, അസത്യമാവില്ല എന്നാണെങ്കിൽ അത് സാരില്ല. ചില ആപത്ഘട്ടങ്ങളിലാവാം. ഒരു പ്രാണനെ രക്ഷിക്കാൻ അങ്ങനെയൊക്കെ വേണ്ടി വരുമ്പോൾ ഒരു വലിയൊരു ആപത്തിൽപ്പെട്ട് അതിനെ തരണം ചെയ്യാൻ വേണ്ടി ഒരു അസത്യം പറഞ്ഞാലും പിന്നെ എന്തെങ്കിലുമൊക്കെ പ്രായശ്ചിത്താദികൾ ചെയ്താൽ മതി, സാരില്ല. അതുകൊണ്ട് സർവ്വതം നഷ്ടപ്പെടാതിരിക്കാൻ വാക്ക് മാറ്റിക്കോളാൻ പറഞ്ഞു. കൊടുത്തില്ലെങ്കിൽ സാരില്ല. അത് പറഞ്ഞു അങ്ങനെ ചെയ്യില്ല. ഈ യജ്ഞം നടക്കുമ്പോൾ ഭഗവാൻ തന്നെ വന്നിട്ട്
എന്ത് വേണമെങ്കിലും കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ചോദിച്ച് കൊടുത്തില്ലെങ്കിൽ ഈ വംശത്തിനൊരു കളങ്കമാവും ഞാൻ. പ്രഹ്ലാദൻ്റെ വംശത്തിന് കളങ്കം. മുത്തശ്ശനായിട്ടുള്ള പ്രഹ്ലാദൻ എന്നോട് പറയാറുണ്ട്, ആലോചിക്കാതെ പറയരുത്, പറഞ്ഞാൽ വാക്ക് മാറ്റരുത്. അവിചാര്യ എന്ന വക്തവ്യം സുവിചാരിതം. നല്ല ചിന്തിച്ചേ പറയാവൂ, പറഞ്ഞാൽ മാറ്റരുതെന്ന് പറഞ്ഞു. അതൊക്കെ മാറ്റിയ പോലെ ആവില്ലേ? വാക്ക് മാറ്റി മുത്തശ്ശൻ്റെ വാക്കിന് പോലും വിലയില്ലാണ്ടാക്കി. എല്ലാവർക്കും ഒരു കളങ്കം. പിന്നെ ഞാൻ വലിയ ആളാന്ന് പറഞ്ഞിരുന്നിട്ട് എന്ത് പ്രയോജനം? യാചിക്കാൻ വരുന്നവരുടെ ആഗ്രഹം സാധിപ്പിക്കാൻ കഴിയാത്ത പ്രഭുത്വം എന്ത് പ്രഭുത്വം? അതാണ്. അവരൊക്കെ ഭൂമിക്ക് ഭാര. തേന ഭൂമി അതിഭാരവതീയം. അതുകൊണ്ടാണ് ഭൂമിക്ക് ഭാരം. യാചമാനജന മാനസവൃത്തേ പൂരണായബത ജന്മനയസ്യ തേന ഭൂമിരതിഭാരവതീയം നദ്രുമൈർന്ന ഗിരിഭിർന്ന സമുദ്രൈഃ. വലിയ വലിയ പർവ്വതങ്ങളെ കൊണ്ടോ സമുദ്രങ്ങളെ കൊണ്ടോ വൃക്ഷങ്ങളെ കൊണ്ടോ ഒന്നല്ല ഭൂമിക്ക് ഭാരം എന്നാ. ഭൂമിദേവി തന്നെ പറയാം, അതിനൊക്കെ താങ്ങാനുള്ള ശക്തി എനിക്കുണ്ട്. ആ സത്യം പറയുന്ന ആളുകളെ താങ്ങാനുള്ള ശക്തി എനിക്കില്ല. അതുകൊണ്ട് ഞാൻ ഈ അസത്യം പറഞ്ഞ് വംശത്തിന് കളങ്കമുണ്ടാക്കി ഭൂമിക്ക് ഭാരമായിട്ട് തീർന്ന് ഒരു നിമിഷം പോലും ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് കൊടക്ക് തന്നെ ചെയ്യുന്നു. ശുക്രമഹർഷിക്ക് ഉള്ളതുകൊണ്ട് സന്തോഷമായി. തൻ്റെ ശിഷ്യന് ഇത്രയും നിശ്ചയമുണ്ടല്ലോ വാക്ക് പാലിക്കുന്നത്. എന്നിട്ട് പറഞ്ഞു, ശാപരൂപത്തിൽ അനുഗ്രഹിച്ചു, ഞാൻ പറഞ്ഞ അനുസരിക്കാതെ നീ കൊടക്കാനാ പോണേന്നുണ്ടെങ്കിൽ നിൻ്റെ സർവ്വ ഐശ്വര്യങ്ങളും ഇല്ലാതാവട്ടെ എന്നൊക്കെ പറഞ്ഞ് ശപിക്കണം. എന്താ താല്പര്യം? ഇതൊക്കെ എൻ്റെയും തെറ്റിദ്ധരിച്ചിരിക്കണില്ലേ? ഈ ഐശ്വര്യങ്ങളൊക്കെ പോകട്ടെ, ഭഗവാന്റെ അനുഗ്രഹമാകുന്ന വലിയ ഐശ്വര്യം നിനക്ക് കിട്ടട്ടെ എന്നാണ്. ഇതൊക്കെ എൻ്റെന്നും പറഞ്ഞിരിക്കുന്നിടത്തോളം കാലം ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ പോയി ശരിയായിട്ടുള്ള അനുഗ്രഹം നിനക്ക് കിട്ടട്ടെ ഭഗവാന്റെ എന്നാണ് ആ അനുഗ്രഹ രൂപത്തിൽ അതിൻ്റെ അർത്ഥം. ഇത്രയും ശപിക്കുക കഴിഞ്ഞു. എന്നിട്ടും എങ്ങനെയാണ് ഞാൻ കൊടുക്കുന്നും പറഞ്ഞ് ഇതിനുമുമ്പ് പാദം കഴിയിച്ചെങ്കിലും ഭഗവാനാണെന്നറിഞ്ഞല്ല, വേറൊരു ബ്രഹ്മചാരി അതിഥി വന്നു എന്നേ വിചാരിച്ചു. ശുക്രമഹർഷി പറഞ്ഞപ്പോൾ ഭഗവാനാന്നും കൂടി അങ്ങോട്ട് മനസ്സിലായി. വളരെ സന്തോഷമായി. ഒന്നും കൂടി ആ വിന്ധ്യാവലിയാണല്ലോ മഹാബലിയുടെ പത്നി, വിന്ധ്യാവലിയെ വിളിച്ചു വന്നു. ഭാഗ്യം കൊണ്ടാ ഭഗവാൻ വന്നേക്കണേ, നമ്മൾ അറിഞ്ഞുകൊണ്ടല്ല പാദം കഴിച്ചത്, വീണ്ടും പാദം കഴിക്കുമെന്ന് പറഞ്ഞ് വീണ്ടും ഭക്തിയോടുകൂടി പാദം കഴിച്ച് എല്ലാം കഴിഞ്ഞ് കൊടുക്കാൻ പോവാം. അപ്പോഴേക്കും തദ്വാമനം രൂപമവർദ്ധത അദ്ഭുതം. പെട്ടെന്ന് വിശ്വരൂപിയായിട്ട് മാറുന്നു, വിശ്വകായനായിട്ട് മാറുന്നു. മാത്രമല്ല ഒരടി കൊണ്ട് ഭൂമി എല്ലാം അളന്നെടുത്ത പോലെ. അതായത് എവിടെ നോക്കിയാലും ഭഗവാനെ കണ്ടു എന്നർത്ഥം. അല്ലാണ്ട് എങ്ങനെയാ ഒരടി ഭൂമിയിലെല്ലാം വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ പാദവും ഭൂഹു പാദവും എന്നാണ്. പാദവും മഹീയം എന്നൊക്കെ പലത്തിലും പറയും. ഭഗവാന്റെ പാദങ്ങളാണ് ഭൂമി എന്നാണ്. അപ്പോൾ ഭൂമിയിൽ മുഴുവൻ നോക്കിയപ്പോൾ എൻ്റെ എന്ന് പറഞ്ഞത് വേറെ ആളുടെ പാദം കണ്ടു, വേറെ ആൾ പാദം വെച്ചിട്ടുണ്ട്. അപ്പോൾ തൻ്റേതല്ലാന്ന് ബോധ്യം വന്നു. എന്നാൽ മമാന്ന് ബോധം വന്നു. അനവധി യാഗം ചെയ്യിപ്പിച്ച് പറഞ്ഞിരുന്നായിരുന്നു എന്നാ നമാന്ന്. വീണ്ടും മമാന്ന് തന്നെ ആക്കണം. ഇത് കഴിഞ്ഞപ്പോഴേക്ക് ഓർമ്മ വന്നു, എൻ്റെ അല്ല വേറെ ആളുടെയാന്ന് ബോധ്യം വന്നു. ഭഗവാന്റെ പാദങ്ങളായിട്ട് കാണാം ഭൂമി മുഴുവൻ. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ എന്നൊരു ശരീരാഭിമാനമുണ്ട്, അതും ഇല്ലാതാക്കി. ഞാൻ എന്നൊരു തോന്നലുണ്ട്, അതും ഇല്ലാതാക്കി. അതും കൂടി ഇല്ലാതാക്കാൻ ഭഗവാൻ സങ്കല്പിച്ചപ്പോഴേക്കും ഗരുഡൻ വേഗത്തിൽ അവിടെ പാഞ്ഞു വരുന്നു. പെട്ടെന്ന് അവിടെ അങ്ങോട്ട് വരുണപാശം കൊണ്ട് ബന്ധിച്ച് ശരീരം അനക്കാൻ വയ്യാത്തൊരവസ്ഥയിലാക്കി. അപ്പോഴാണ് ഇത്രയും കഴിഞ്ഞപ്പോഴേക്കും അനങ്ങാൻ വയ്യാത്തൊരവസ്ഥയായിരുന്നു. ഭഗവാൻ ചോദിക്കുക, എനിക്ക് എല്ലാ ദിക്കിലും ഭഗവാൻ നിറഞ്ഞിരിക്കുന്നതായിട്ട് കണ്ടു. ഭഗവാൻ ചോദിക്കണം, എനിക്ക് തരാമെന്ന് പറഞ്ഞത് എവിടെ? 2 അടി കൊണ്ട് എല്ലാം കഴിഞ്ഞു, ഇനി ഒരു പാദം കൂടി വച്ചാലേ മുഴുവനാവുള്ളൂ, എവിടെയും ചോദിച്ചു. എന്നെ വഞ്ചിക്കുകയാണല്ലേ, ഇതിൻ്റെ ഫലമായിട്ട് അങ്ങക്ക് നരകത്തിൽ പതിക്കേണ്ടി വരും. ഗുരുവിൻ്റെ ശാപം കിട്ടിയില്ലേ, അതിൻ്റെയൊക്കെ ഫലം അനുഭവിക്കുക നരകത്തിൽ. നിരയം കതിചിൽ സമാഹ, കുറെ കാലം നീ നരകത്തിൽ കിടക്കേണ്ടി വരും എന്നെ വഞ്ചിച്ചാൽ. തരാമെന്ന് പല പ്രാവശ്യം പറഞ്ഞ് ഗുരുവിൻ്റെ ഉപദേശം അതുപോലും കേൾക്കാതെ
എന്നെ വഞ്ചിച്ചില്ലേ എന്നുള്ളൂ. വീണ്ടും വീണ്ടും പറയാം. അപ്പോൾ മഹാബലി പറഞ്ഞു, ഇത്രയും വല്ലാതെ ഭഗവാൻ പരീക്ഷിക്കാൻ പറഞ്ഞപ്പോൾ മഹാബലി പറയണു, ഭഗവാനെ അവിടുന്ന് എൻ്റെ വാക്ക് സത്യമാക്കണം. എൻ്റെ വാക്ക് സത്യമാക്കിയില്ലെങ്കിൽ അവിടുത്തെ ഭക്തനായിട്ടുള്ള പ്രഹ്ലാദന് പോലും ചീത്തപ്പേര് വരും. ഞാനൊരു അസത്യം പറഞ്ഞ യജ്ഞശാലയിൽ വന്നിട്ടുള്ള അവിടുന്ന് യജ്ഞത്തിന് ദീക്ഷ ഭരിച്ച ആളും കൂടിയാണ്. യജ്ഞത്തിന് ദീക്ഷ ഭരിച്ച ആൾ അവിടുന്ന് വന്ന് യജ്ഞശാലയിൽ വെച്ച് അവിടുത്തേർക്കെല്ലാം തരാമെന്ന് പറഞ്ഞ് തന്നില്ലെങ്കിൽ എത്രയോ ആ വംശത്തിന് തന്നെ കളങ്കമായി അവിടുത്തെ ഭക്തനായിട്ടുള്ള പ്രഹ്ലാദന് പോലും ചീത്തപ്പേര് വന്ന് ഇങ്ങനെ ആയിത്തീരും. അവിടുന്ന് എൻ്റെ വാക്ക് സത്യമാക്കും. എന്നാൽ എല്ലാം എവിടെയെന്ന് ചോദിച്ചപ്പോൾ അങ്ങ് പറഞ്ഞില്ലേ ഞാൻ എല്ലാം അളന്നെടുത്തു എല്ലായിടത്തുനിന്ന്. എന്നാൽ എല്ലാം അളന്നെടുത്തിട്ടില്ല ഭഗവാനെ. അവിടുന്ന് കരോമൃതം തന്ന ഭവേർ പ്രലംബനം പദം തൃതീയം ഗുരു ശീർഷ്ണിമേ നിജം പാദം മൂർധനി പ്രണയ ഭഗവൻ ഇത്യകമ്പം വദന്തം പ്രഹ്ലാദ. എൻ്റെ അവിടുന്ന് പാദം എൻ്റെ ശിരസിൽ വെച്ചു. ശിരസാകുന്നിട്ടില്ലല്ലോ. അപ്പോൾ ശിരസിൽ പാദം വെച്ചാൽ 3 അടി കിട്ടിയ പോലെയാവും എന്നും പറഞ്ഞ് മഹാബലി തന്നെ അങ്ങ് സമർപ്പിക്കുക. ആ സമയത്താണ് പ്രഹ്ലാദനൊക്കെ ഇങ്ങനെ വാക്ക് സത്യമാക്കി. പ്രഹ്ലാദൻ അവിടെ ഓടി വരികയാണ്. ഭഗവാന്റെ വാമനമൂർത്തിയൊക്കെ പറയണു, ഭഗവാനെ അവിടുന്ന് എൻ്റെ ശിരസിൽ പോയും കൈകളെ വെച്ച് അനുഗ്രഹിച്ചുള്ളൂ. അവിടുത്തെ പാദസ്പർശം എൻ്റെ പൗത്രനെങ്കിലും പുത്രനെങ്കിലും കിട്ടിയല്ലോ ഭഗവാനെ. വലിയ അനുഗ്രഹം. അവിടുന്നല്ലേ ഇതെല്ലാം കൊടുത്തത്, ഈ ഐശ്വര്യം മുഴുവൻ. പക്ഷെ കിട്ടിയപ്പോൾ അഹങ്കരിച്ചു. അവിടുന്ന് തന്നാന്നുള്ള കാര്യം മറന്നു എൻ്റെന്ന് വിചാരിച്ചു. അതില്ലാതാക്കല്ലേ വാസ്തവത്തിൽ അവിടുന്ന് ചെയ്തത്. ഇങ്ങനെ അഹങ്കരിച്ച് അവിടുത്തെ ഭക്തൻ അധപ്പതിക്കരുതെന്ന് വിചാരിച്ചല്ലേ ഭഗവാനെ അവിടുന്ന് ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് തസ്മൈ നമസ്തേ ജഗദീശ്വരായ വൈ നാരായണായ അഖില ലോക സാക്ഷിണേ എന്ന് പറഞ്ഞ് നമസ്കരിക്കണം. ഇത് കഴിഞ്ഞപ്പോഴാണ് എല്ലാവരും സ്തുതിച്ചുകൊണ്ട് പറഞ്ഞ് ബ്രഹ്മാവൊക്കെ പറഞ്ഞു. ബ്രഹ്മാവ സമയത്ത് വന്ന് പറയണം, എല്ലാം കൊടുത്തു കഴിഞ്ഞ സന്ദർഭത്തിൽ വേഗം ഇദ്ദേഹത്തിനെ അയച്ചുവിടൂ. ഇദ്ദേഹത്തിനെ ഇങ്ങനെ വല്ലാതെ വിഷമിപ്പിക്കരുത്. എല്ലാം അങ്ങയ്ക്ക് തന്നില്ലേ, എന്തിനാ ഇങ്ങനെ വരുണഭാഷം കൊണ്ട് ബന്ധിക്കണേ? മുഞ്ച ഏനം ഹൃത സർവസ്വം എല്ലാം അളന്നെടുത്ത് അങ്ങേടാക്കി. ഇതൊക്കെ കഴിഞ്ഞപ്പോൾ സർവ്വകടവും വീടി വാക്കൊക്കെ പറഞ്ഞ് പാലിച്ചില്ലേ? ഇദ്ദേഹത്തിനെ അയച്ചുവിടൂ. എല്ലാം തന്നൂലോ അങ്ങയ്ക്ക്. അപ്പോഴാണ് ഭഗവാൻ പറയണു, ബ്രഹ്മാവിനെ വിളിച്ച് പറയാ, ബ്രഹ്മൻ യമനുഗൃഹാമി. ഞാൻ ഒരാളെ അനുഗ്രഹിക്കാൻ പോകണ്ടെങ്കിൽ എന്താ ചെയ്യാന്നറിയോ? തദ്വിശോ വിധുനോമ്യഹം. ആ ആളുടെ എല്ലാ ധനവും ബന്ധുക്കളും സർവ്വതും അങ്ങോട്ട് ഇല്ലാതാക്കും. ആ സർവ്വതും ഇല്ലാതാക്കിയാലേ എന്നെ ശരണം പ്രാപിക്കുള്ളൂ. അല്ലെങ്കിൽ അവർ ബന്ധുക്കളുണ്ട്, അവരുണ്ട്, ഇവരുണ്ടെന്നൊക്കെ പറഞ്ഞ് എന്നെ ചിന്തിക്കില്ല. എന്തെങ്കിലും അവർക്കുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കും, എനിക്കതുണ്ട് ഇതുണ്ടെന്ന്. അപ്പം ഞാനൊരാളെ അനുഗ്രഹിക്കാൻ പുറപ്പെട്ടാൽ എന്ത് ചെയ്യും? ആ ആൾക്ക് ഒന്നും അങ്ങോട്ട് ഇല്ലാണ്ടാക്കും. അപ്പോൾ ത്വമേവ ശരണം മമ എന്ന് അപ്പളേ പറയുള്ളൂ. ത്വമേവ അങ്ങ് മാത്രമേ ഉള്ളൂ ശരണം എന്ന് അപ്പളേ പറയുള്ളൂ. അതാണ്. അതുകൊണ്ട് എന്തുണ്ട്, ഗുരുവിനെ കൊണ്ട് ശോഭിപ്പിച്ചു, എല്ലാം ബാക്കിയെല്ലാം വളർന്നെടുത്തു, എല്ലാം ചെയ്തു. ഇത് കഴിഞ്ഞു. എന്തിനാ അത്? ഒന്നും ഇല്ലാണ്ടായപ്പോൾ ഞാൻ എന്നെ മാത്രം ശരണം പ്രാപിച്ചു. അതിനാ ചെയ്തത്. അതുകൊണ്ട് ഇതാണ് എല്ലാം ചെയ്തിട്ടും പിന്നെ ഇദ്ദേഹം എൻ്റെ എല്ലാ പരീക്ഷണങ്ങളിലും വിജയിച്ചു കഴിഞ്ഞു എന്നാണ്. എല്ലാം വളർന്നെടുത്ത് ഗുരുവിനെ കൊണ്ട് ശപിപ്പിച്ച് സാർവതം എടുത്തു കഴിഞ്ഞിട്ടും ഇദ്ദേഹം എന്തുണ്ട്, ഒരിക്കലും വാക്ക് മാറ്റിയില്ല. നായം ഒരിക്കലും സത്യാന്ന ചരിതോ മഹാൻ, സത്യത്തിൽ നിന്ന് മാറിയില്ല. അതാണ് മഹാബലിയുടെ മഹത്വം. ഇത്രയൊക്കെ പറഞ്ഞിട്ടും അദ്ദേഹം ആ സത്യാന്ന ചരിതോ ഗുരുണ ഭത്സിത ശബ്ദോ യഹോ സത്യം ന സുവ്രതാഹ. ഇങ്ങനെയൊക്കെ ഞാൻ പരീക്ഷിച്ചിട്ടും സത്യത്തിൽ ഉറച്ചു നിന്നു. വാക്ക് മാറ്റില്ല എന്നും പറഞ്ഞ് ഞാൻ ഉറച്ചു നിന്നു. അതുകൊണ്ട് എന്തുണ്ട്, അദ്ദേഹം ഏഷമേ പ്രാപിതസ്ഥാനം ദുഷ്പ്രാപമരൈരപി. ദേവന്മാർക്ക് പോലും എത്തിച്ചേരാൻ വിഷമം, വളരെ കാലം കൊണ്ട് എത്താൻ പറ്റും. ആ സ്ഥാനം ഞാൻ ഇദ്ദേഹത്തിന് കൊടുക്കുക. അപ്പോഴാണ് മഹാബലി ആയതെന്ന്. വലിയ ബലി എന്ന് പറഞ്ഞാൽ പൂജ, ഭഗവാന് വലിയ പൂജ സർവ്വതം കൊണ്ട് സമർപ്പിച്ച ആളതാ മഹാബലി. ശരിക്കുള്ള പേര് ഇന്ദ്രസേനൻ.
ഭഗവാൻ വിളിക്കുക ഇന്ദ്രസേന, മഹാബലിയുടെ ശരിക്കുള്ള പേര്. ഇന്ദ്രസേന മഹാരാജ യാഹി ഭോ ഭദ്രമസ്തുതേ സുതലം സ്വർഗിഭി പ്രാർത്ഥ്യം ജ്ഞാതിഭി പരിവാരിത. അങ്ങെല്ലാ ബന്ധുക്കളോടും കൂടി സ്വർഗത്തിൽ പോയി ആ സുതലത്തിൽ പോയി സുഖമായിട്ടിരിക്കുമെന്നാണ്. അങ്ങക്ക് ഇപ്പം സ്വർഗം കിട്ടിയിട്ട് കാര്യമില്ല, കുറച്ച് കാലത്തേക്കേ ഉള്ളൂ. അത്രയൊന്നും പോരാ അങ്ങക്ക്. ഇനി സ്വർഗത്തേക്കാൾ സുഖമായിട്ടുള്ളതിൽ ഇരുത്താന്ന് പറയും. അതാണ് സുതലം സ്വർഗിഭി പ്രാർത്ഥ്യം ജ്ഞാതിഭി പരിവാരിത. സ്വർഗത്തിലുള്ള ആളുകൾ പോലും ആഗ്രഹിക്കുന്ന പ്രദേശമാണ് സുതലം. ദേവന്മാർ പോലും ചിന്തിക്കുക ആ മഹാബലി താമസിക്കുന്ന ആ സുതലത്തിൽ നമുക്ക് പോയി തീരാൻ എന്താ വേണ്ടത്? വേദത്തിൽ സുതലത്തിൽ പോകാനുള്ള വഴി പറഞ്ഞില്ല, സ്വർഗത്തിൽ പോകാനുള്ള വഴി പറഞ്ഞു. സ്വർഗകാമോ യജേത, സ്വർഗത്തിൽ പോകാനുള്ള വഴിയാണ് വേദം പറഞ്ഞു തന്നെ, സുതലത്തിൽ പോകാനുള്ള പറഞ്ഞിട്ടില്ല. ആ സുതലത്തിൽ നമുക്ക് പോയിരിക്കാൻ, അതാണ് സുതലം സ്വർഗിഭി പ്രാർത്ഥ്യം. ദേവന്മാർ പോലും സ്വർഗവാസികൾ പോലും ആഗ്രഹിക്കുന്ന പ്രദേശം, അവിടെ പോയി ഇരുന്നോളാൻ പറഞ്ഞു. ഇത്ര സുഖമായിട്ട് അങ്ങനെ അവിടെ അങ്ങയുടെ, അതുകൊണ്ട് സുതലം നത്വാം അഭിഭവിഷ്യന്തി ലോകേശാഹ വിമുതാപരേ. അങ്ങേ ആ സമയത്ത് യാതൊരാളും ആക്രമിക്കാൻ വരില്ല, അങ്ങേ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. രക്ഷിഷ്യേ സർവദോഹം ത്വാം സാനുഗം സപരിച്ഛദം. ഞാൻ അങ്ങേ രക്ഷിച്ചുകൊണ്ട് ഗോപുരദ്വാരത്തിലെ ഭൃത്യനായിട്ട് നിന്നോളാം. ഭഗവാൻ പറയാം ഭക്തൻ്റെ അടുത്ത് അഹം ഭക്തപരാധീന എന്ന് കാണിക്കാം. അങ്ങയുടെ ഭൃത്യനെ പോലെ ഞാൻ ഗോപുരദ്വാരത്തിൽ ആരും അങ്ങേ ആക്രമിക്കാൻ വരാതെ അങ്ങേ രക്ഷിച്ചുകൊണ്ട് ഞാൻ നോക്കാം. മാത്രമല്ല അടുത്ത മന്വന്തരത്തിൽ സാവർണി മന്വന്തരത്തിൽ അങ്ങ് ഇന്ദ്രനായിട്ടിരിക്കാൻ അങ്ങാണ്. അതുകൂടിയും പറഞ്ഞു. ഇന്ദ്രപദവി വരെ അങ്ങ് ഇപ്പോൾ പോയിരുന്നാൽ കുറച്ച് കാലത്തേലേ ഉള്ളൂ. 71 ചിലാനം ശരീരം ഇന്ദ്രനായിട്ട് അങ്ങയ്ക്കിരിക്കാം. ആ സ്ഥാനം ഇപ്പം തന്നെ ഞാൻ തരാണെന്ന് വാഗ്ദാനം ചെയ്യുന്നു. അതേവരെ അങ്ങേ രക്ഷിച്ചുകൊണ്ടിരുന്നോളാം എന്നൊക്കെ പറഞ്ഞ് അനുഗ്രഹിക്കുന്നു. അങ്ങനെ പറഞ്ഞയക്കുക. ഇങ്ങനെയൊക്കെ അനുഗ്രഹിച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് ആ വലിയ യജ്ഞശാലയിൽ വെച്ച് ഭഗവാൻ പറയാം, എല്ലാ ശുക്രമഹർഷിയാണല്ലോ അവിടെ പുരോഹിതനായിട്ട് യാഗം ചെയ്യിപ്പിക്കണേ. ഭഗവാൻ വിളിച്ചു പറഞ്ഞു. ആ ഭഗവാൻ പറയാണ്, ഞാൻ ഇത്രയൊക്കെ കഠിനമായിട്ട് പരീക്ഷിച്ചു, എൻ്റെ സർവ്വ പരീക്ഷണങ്ങളിലും ഇതുപോലെ വിജയം കിട്ടും. ഇങ്ങനെ മഹാബലി ഞാൻ കടുത്ത വാക്കുകൾ പറഞ്ഞ് പരീക്ഷിക്കുമ്പോൾ അദ്ദേഹം തിരിച്ചൊരു ചോദ്യം ചോദിച്ചാൽ എനിക്ക് പോലും മറുപടി പറയാൻ പറ്റില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. എന്താ അത്? എനിക്ക് തരാമെന്ന് തുടങ്ങി തരാതിരുന്ന എന്താണ്? 3 അടി എവിടെയാ 2 കൊണ്ടെല്ലാം തീർന്നില്ലേ? എന്നെ വഞ്ചിക്കല്ലേ ഉണ്ടായത്? ഗുരുവിൻ്റെ ശാപം കിട്ടിയില്ലേ? ഇങ്ങനെയാണോ ഈ വംശത്തിൽ ജനിച്ച ആൾ ചെയ്യേണ്ടത് എന്നെല്ലാം പറയാം. ഇങ്ങനെ പറയുമ്പോൾ വേണീ മഹാബലി ഒന്ന് തിരിച്ചു ചോദിച്ചാൽ മതി, ഭഗവാനെ അവിടുന്ന് എന്നെയല്ലേ വാസ്തവത്തിൽ വഞ്ചിക്കണത്? അവിടുന്ന് ആ കുഞ്ഞു കാലുകൾ കാണിച്ചിട്ടല്ലേ 3 അടി വേണമെന്ന് പറഞ്ഞേ? അളന്നർക്കാരായപ്പോഴേക്കും അങ്ങ് വേഷം മാറി. അപ്പോൾ ആരാ വഞ്ചിക്കണം? എന്നെയല്ലേ വഞ്ചിക്കണത് അങ്ങ് എന്ന് മഹാബലി ചോദിച്ചാൽ ഭഗവാൻ പറയാം, എനിക്ക് ഉത്തരം പറയാനേ പറ്റില്ല. പക്ഷെ മഹാത്മാക്കളൊന്നും അങ്ങനെ എന്നെ വിഷമിപ്പിക്കില്ല, അതാ പ്രത്യേകത. അതുകൊണ്ടാണ് അദ്ദേഹം വലിയ ആളായതെന്നൊക്കെ ഭഗവാൻ ആ സമയത്തൊക്കെ അനുസ്മരിക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഒന്നും കൂടിയും പരീക്ഷിക്കാനായിട്ട് പുരോഹിതനെ ശുക്രമഹർഷി ഒന്ന് പരീക്ഷിക്കാനായിട്ട് പറഞ്ഞു ഭഗവാൻ. അങ്ങ് ഏതായാലും ബ്രഹ്മൻ സന്തനു ശിഷ്യസ്യ കർമ്മഛിദ്രം വിതന്വത. അങ്ങയുടെ ശിഷ്യൻ്റെ ഈ യാഗം ഉണ്ടല്ലോ, ശുക്രമഹർഷിയോട് പറയാ, ബ്രഹ്മൻ സന്തനു ശിഷ്യസ്യ കർമ്മഛിദ്രം വിതന്വത യത്തത് കർമ്മസു വൈഷമ്യം ബ്രഹ്മദിഷ്ടം സമം ഭവേത്. ഈ കർമ്മ ഏതായാലും ഇവിടെ വെച്ച് മുടങ്ങി. യാഗം വലിയ യാഗം നടക്കുമ്പോൾ ഈ സംഭവങ്ങളൊക്കെ ആയില്ലേ. ഇപ്പം യാഗം കുറേ ഹോമമൊന്നും ഇല്ലാണ്ടിരിക്കുക, ഇതൊക്കെ തീർന്നതോടുകൂടി. എന്നാൽ അത് ഏതായാലും ഇടയ്ക്ക് വെച്ച് മുടങ്ങിയതാണ്, മുഴുവനാക്കിക്കൊള്ളാം. ചില പ്രായശ്ചിത്തൊക്കെ കറക്റ്റ് ചെയ്ത് ഇടയ്ക്ക് വെച്ചപ്പോൾ മുടങ്ങിയിട്ടുള്ള ഹോമങ്ങളൊക്കെ പൂർത്തീകരിച്ചോളാം. ശുക്രമഹർഷി പറയാം, ഭഗവാനെ എവിടെ യാഗത്തിൽ ഈ യാഗത്തിൽ എന്ത് ദോഷമാണ് വന്നേക്കണേ? വാസ്തവത്തിൽ ഒരു മുടക്കവും കൂടാതെ ശരിക്കും നടന്നിട്ടുള്ളൊരു യാഗം ഉണ്ടെങ്കിൽ ഇത് മാത്രമേ ഉള്ളൂ. കാരണം ഭഗവാൻ തന്നെ വരിക, യജമാനൻ പാദം കഴിയിക്കുക, തീർത്ഥം ശിരസ് ധരിക്കുക, സർവ്വതും സമർപ്പിക്കുക, പാദത്തിൽ നമസ്കരിക്കുക.
ഇതല്ലേ ഒരു യാഗത്തിൻ്റെ പ്രധാനം. ഒരു യാഗം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ അനുഗ്രഹം, ഭഗവാൻ തലവും സമർപ്പിക്കല. വേറെ ഏതെങ്കിലും യാഗത്തിൽ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എന്നാണ് ചോദിച്ചത്. മറ്റുള്ള ദിക്കിൽ ഭഗവാനാന്ന് സങ്കല്പിച്ച് വേറെ ആരെങ്കിലും പൂജിച്ചു വല്ലതും ചെയ്യത്രേ ഉള്ളൂ. സാക്ഷാ ഭഗവാൻ തന്നെ വന്ന് യജമാനൻ്റെ കയ്യിൽ നിന്ന് സർവ്വതും സ്വീകരിച്ച് പാദസ്പർശം കൊണ്ട് അനുഗ്രഹിച്ച് ഇങ്ങനെ കഴിഞ്ഞപ്പോൾ ഈ യാഗമല്ലേ മുടക്ക് കൂടാതെ സമ്പൂർണ്ണമായിട്ട് നടന്നേക്കണത് എന്ന് പറയും. ഏതായാലും ഇങ്ങനെ പറഞ്ഞതിന് ശേഷം എന്നിട്ടാണ് പറഞ്ഞത്, കുതഹ തൽ കർമ്മ വൈഷമ്യം യസ്യ കർമ്മ ഈശ്വരോ ഭവാൻ യജ്ഞേശോ യജ്ഞപുരുഷ സർവഭാവേന പൂജിത. യജ്ഞമൂർത്തിയായിട്ടുള്ള അവിടുത്തെ പൂജിച്ചത് ഈ യാഗത്തിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടുത്തെ പൂജിച്ച് കഴിഞ്ഞപ്പോൾ എല്ലാം ആയി. ഭഗവാനെ പൂജിച്ചു കഴിഞ്ഞു. മറ്റൊന്നും ഭഗവാനെ പൂജിക്കാറില്ല, വേറെ കർമ്മം ചെയ്യുള്ളൂ. ഇത് യജ്ഞമൂർത്തിയായിട്ടുള്ള ഭഗവാനെ തന്നെ പൂജിച്ചുകൂടെ, പാദം കഴിച്ചു. ഇനി അതിനേക്കാളും വലിയ ഏതാ പൂജ? ഭഗവാനെ സന്തോഷിപ്പിച്ചു കഴിഞ്ഞാൽ വേറൊരു പൂജയുണ്ടോ? വേറെ ഒന്നുമില്ല. എല്ലാ കർമ്മത്തിൻ്റെയും ആത്യന്തിക ഫലം ഭഗവത് സന്തോഷം. അതാണ് ഇവിടെ പറഞ്ഞ് കേൾപ്പിച്ചു. ഭഗവാനെ എന്നും പറഞ്ഞ് അതെല്ലാം തഥാം. അത് കഴിഞ്ഞ് ഇന്ദ്രൻ അവരെല്ലാവരൊക്കെ സന്തോഷിച്ച് അതിലെല്ലാവരും പോവുകയും ചെയ്തു എന്നാണ്. വാമനമൂർത്തി ഇന്ദ്രൻ്റെ ഒപ്പം പോണെന്നു മറ്റൊരു രൂപം സ്വീകരിച്ച് മഹാബലിയെ രക്ഷിച്ചുകൊണ്ട് സുതലത്തിലും ഇങ്ങനെയൊക്കെ ആയിട്ട് ഇരുന്നു എന്ന് പറയും. ഇങ്ങനെ ആ കഥകൾ മുഴുവൻ കേൾപ്പിച്ചു. അപ്പോഴാണ് പറഞ്ഞാണ്, ഇപ്പോൾ സംശയമൊക്കെ തീർന്നില്ലേ പരീക്ഷിത്തേന്ന് ചോദിച്ചു. 2 സംശയം തീർക്കാനാണ് കഥ പറഞ്ഞിരുന്നത്. മഹാബലിയുടെ അടുക്കെ എന്തിനാ ലക്ഷ്മീപതിയായിട്ടുള്ള ഭഗവാൻ യാചിച്ചത് എന്നൊരു ചോദ്യം. സംശയം തീർന്നില്ലേ? ഇത്ര വലിയ ആളുകളുടെ അടുക്ക കാര്യം സാധിക്കാൻ യാചന കൂടാതെ പറ്റുമോ എന്നാണ് ചോദിച്ചു. വലിയ ആളുകളുടെ അടുക്ക കാര്യം സാധിക്കണമെങ്കിൽ യാചിച്ചേ പറ്റുള്ളൂ. കർണൻ്റെ അടുക്കെ ഇന്ദ്രൻ വന്ന് യാചിക്കുകയല്ലേ ചെയ്തത്. കവചകുണ്ഡലങ്ങൾ വജ്രായുധം കൊണ്ട് യുദ്ധത്തിന് വന്ന് യുദ്ധം ചെയ്ത് മേടിച്ചല്ല, അത് മേടിക്കാൻ വിഷമമാണ്. അപ്പോൾ യാചിച്ചാൽ എളുപ്പത്തിൽ കിട്ടാൻ വിഷമമൊന്നും കൂടാതെ യാചിച്ച്. യാചന മൃതേ പഥിചരൻ പ്രഭുഭിർന്ന ചാല്യ. 2-ാം സ്കന്ധത്തിലെ 7-ാം അധ്യായത്തിൽ ഭഗവാന്റെ അവതാര കഥകളൊക്കെ പറഞ്ഞ ദിക്കിൽ മഹാബലിയുടെ ചരിത്രം പറയുമ്പോഴാണ് ഇത് പറഞ്ഞ് യാചന മൃതേ പഥിചരൻ പ്രഭുഭിർന്ന ചാല്യ. വലിയ ആളുകളെ ചലിപ്പിക്കണമെങ്കിൽ, സ്വസ്ഥാനത്തുനിന്ന് ചലിപ്പിക്കണമെങ്കിൽ യാചനയെക്കൂടെ പറ്റുള്ളൂ. യാചിച്ച അങ്ങനെ ശക്തിയുണ്ട്. അതിൻ്റെ മുമ്പിൽ ആർക്ക് ഉറച്ച് നിൽക്കാൻ പറ്റില്ല, യാചനയുടെ മുമ്പിൽ. അതുകൊണ്ടാണ് മഹാബലി ഇത്രയും വലിയ ആളാവുകാരനാണ്. എളുപ്പത്തിൽ, അല്ലാണ്ട് യുദ്ധം ചെയ്യാൻ പറ്റില്ല. ഇത്രയും വലിയ ആളുകളൊക്കെ യുദ്ധം ചെയ്യാൻ വയ്യ. അതുകൊണ്ട് യാചനയെക്കൂടെ കാര്യം നേടിയതാണ്. യാചന അമൃതേ പഥിചരൻ. എന്തിനാ യാചിച്ചെന്നുള്ള ഉത്തരം അവിടെ തന്നെ പറയേണ്ടത്. യാചന അമൃതേ പഥിചരൻ പ്രഭുഭിർന്ന ചാല്യ. അതുകൊണ്ടാണ് യാചിച്ചതെന്ന്. പിന്നെ അങ്ങ് വേറെ സംശയം ചോദിച്ചു. എല്ലാം കൊടുത്തു കഴിഞ്ഞു, പിന്നെ എന്തിനാ ഈ വരുണപാശം കൊണ്ട് കെട്ടിയിട്ടേന്ന് ചോദിച്ചു. ആ സംശയം തീർന്നില്ലേ? എത്ര നേരം ബന്ധിച്ചിട്ട് ഒരല്പസമയം ഈ ശരീരാഭിമാനം ഇല്ലാതാക്കാൻ വേണ്ടി മഹാബലി ഭക്തനെ അനുഗ്രഹിക്കാൻ വേണ്ടി, ശരീരാഭിമാനം ഇല്ലാതാക്കാൻ വേണ്ടി ഒരല്പസമയം വരുണപാശം കൊണ്ട് ബന്ധിച്ചു. എന്നാൽ മഹാബലി ഭഗവാനെ എത്ര കാലത്തേക്ക് ആ കെട്ടിയിട്ടേക്കണേ ഗോപുരദ്വാരത്തിൽ? ഇനി അടുത്ത മന്വന്തരത്തിൽ ഇന്ദ്രപദവി കൊടുക്കുന്നത് വരെ ഭൃത്യനായിട്ട് അവിടെ നിൽക്കണം. അപ്പോൾ ആ ഭക്തൻ വാസ്തവത്തിൽ ഭഗവാനെ അല്ലേ ബന്ധിച്ചേക്കണേ പരീക്ഷിത്തെ? സംശയമൊക്കെ തീർന്നില്ലേ എന്ന് ചോദിച്ചാണ് ആ മഹാബലി അനുഗ്രഹിച്ച ചരിത്രം, വാമനാവതാര സാരം അവിടെ പറഞ്ഞവിടെ നിർത്തി. ഇത്രയും കേട്ട് കഴിഞ്ഞ് ഇങ്ങനെ അതിൻ്റെ ഫലശ്രുതി. ആരാണോ ഈ അത്ഭുതമായിട്ടുള്ള ചരിത്രമൊക്കെ, എന്തെങ്കിലും ചിലപ്പോൾ ദേവകാര്യങ്ങളാവാം, പിതൃകാര്യങ്ങളാവാം, എന്തെങ്കിലും സൽക്കർമ്മം ചെയ്യുമ്പോൾ ഇത് പാരായണം ചെയ്താൽ മഹാബലിക്ക് എങ്ങനെ ഭഗവാന്റെ അനുഗ്രഹം കിട്ടിയോ, മഹാബലിയുടെ ആ യജ്ഞം എങ്ങനെ സഫലമായോ, അതുപോലെ ആ കർമ്മത്തിനും ആ കർമ്മം ചെയ്യുന്ന ആൾക്കും എല്ലാം കൊണ്ടും ഭഗവാന്റെ അനുഗ്രഹം കിട്ടും എന്ന് വലിയൊരു ഫലശ്രുതിയോട് കൂടിയിട്ടാണ് അത്ഭുതമായ ആ ചരിത്രം അവിടെ. അതാണ് ക്രിയമാണേ കർമ്മണി ഇതം ദൈവേ പിത്രേഥ മാനുഷേ. എന്താ മനുഷ്യനെ സന്തോഷിപ്പിക്കാമല്ലോ, ദേവന്മാരെയോ പിതൃക്കളെയോ ആരെ സന്തോഷിപ്പിക്കാൻ എന്ത് കർമ്മമാണെങ്കിലും വേണ്ടില്ല. എത്രയെത്ര അനുകീർത്തിയേതാ തത്തേഷാം സുകൃതം വിദുഹു എന്ന് പറഞ്ഞ് അങ്ങനെ വലിയ ഫലശ്രുതിയും പറഞ്ഞാണ് വാമനാവതാര ചരിത്രത്തെ 10,000 ശ്ലോകത്തെ
സർവപുരാണങ്ങളുടെയും സാരസങ്കരമായിട്ടുള്ള ഭാഗവതത്തിൽ 9 അധ്യായത്തിൽ 336 ശ്ലോകത്തിൽ സംഗ്രഹിച്ചു. ഇത്രയും കഥ ശ്രീശുബ്രഹ്മർഷിയുടെ മുഖത്തുനിന്ന് കേട്ട് കഴിഞ്ഞു. അപ്പോൾ ചോദിക്കുക, വേറെ ചോദ്യമില്ല, ഭഗവാൻ എന്തിനാ അങ്ങനെ മത്സ്യമായിട്ട് കൂർമ്മമായിട്ട് വരാഹമായിട്ടൊക്കെ തീരുന്നത്? എല്ലാ ജീവികൾക്കും വിഷമമാണ്. അവരെക്കാളും ശക്തി കൂടിയത് അതിനെ ഉപദ്രവിക്കുക. ഇത് ലോക സ്വഭാവമാണ്. ജീവോ ജീവസ്യ ജീവനം എന്നാണ്. അതുകൊണ്ട് മറ്റ് ശക്തി കൂടിയ ജീവികളൊക്കെ ഉപദ്രവിക്കും. ഭഗവാൻ ഇങ്ങനെ വല്ല കഷ്ടപ്പെടേണ്ട ആവശ്യമുണ്ടോ? ആ വൈകുണ്ഠത്തിൽ ലക്ഷ്മി സഹിതനായിട്ട് സുഖമായി അവിടെ കഴിഞ്ഞുകൂടിയാൽ പോരെ? ഈ കരയിലും കടലിലൊക്കെ ആയിട്ട് പല രൂപം സ്വീകരിച്ച് ഇങ്ങനെ കഷ്ടപ്പെടണമെന്ന് ചോദിച്ചു. അങ്ങനെ സംശയം അത് തീർത്താണ്. പിന്നെ അപ്പം ഇങ്ങനെ ഒന്ന് വേണമെന്ന്. പിന്നെ ഈ മത്സ്യമായിട്ട് എന്തിനാ വിശേഷമായിട്ട് അവതരിച്ച്? ഭഗവാന്റെ മത്സ്യാവതാരം എന്തിനാന്ന് ചോദിച്ചു. അതും പറഞ്ഞു തരണം വിശേഷമായിട്ടൊന്നും. അപ്പോൾ അത് പറയാൻ ആരംഭിക്കുക.